ഓക്കെ. സോ നമ്മുടെ പൊളിറ്റിക്സിന്റെ മൂന്നാമത്തെ നാലാമത്തെയോ എപ്പിസോഡാണിത്. ഓക്കെ. സോ മൂന്നാമത്തെ എപ്പിസോഡിൽ എന്തായാലും നമുക്ക് കൈ കിട്ടിയിരിക്കുന്ന നല്ല ബെസ്റ്റ് ആളെയാണ്. ഏഹ് നമ്മുടെ കൂടെ ഇന്നുള്ളത് അർജുൻ ആണ്. അർജുൻ JNUല് ഒരു വിദ്യാർത്ഥിയാണ്. ഞാൻ ഇപ്പോഴത്തെ ഈ CJP പ്രൊട്ടസ്റ്റില് അവിടെ പോയി അവിടെ കഷ്ടപ്പെടുന്ന ഒരു പാറ്റയാണ് അർജുൻ. ഓക്കെ. അപ്പൊ നമ്മൾ പാറ്റകളുടെ വിശേഷം അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. നമ്മുടെ ചാനൽ സ്ഥിരമായി കാണുന്നവർക്ക് ഓൾറെഡി അർജുനെ അറിയായിരിക്കും. ഇതിനു മുമ്പ് ലേബർ കോഡിന്റെ വിഷയത്തില് നമ്മളൊരു പോഡ്കാസ്റ്റ് അർജുനായിട്ട് ചെയ്തിരുന്നു. ആ വീഡിയോയിൽ അല്ല പോഡ്കാസ്റ്റ് ആ വീഡിയോയില് അർജുൻ ഒരു ചെറിയൊരു ഭാഗം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രൊട്ടസ്റ്റിന്റെ ആ സമയത്ത് ചെയ്ത വീഡിയോ ആണ്. നിങ്ങൾ അത് കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അർജുനെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അർജുൻ ഇപ്പം നാട്ടിലേക്ക് ഒരു ചെറിയ സ്റ്റാർ ആണ്. മറ്റേ മീഡിയ ചാനൽസ് ഒക്കെ വന്ന സമയത്ത് റിപ്പോർട്ടർ ടിവിയില് ഭായ് ക്യാ ഹോ ഗയാ അതൊക്കെ പറഞ്ഞിട്ട് അവര് ഹിന്ദിയിൽ ക്വസ്റ്റ്യൻ വെച്ചപ്പോ മലയാളിയാണ് കേട്ടാ മലയാളത്തിൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് സ്റ്റാർ ആയ ഒരാളും കൂടിയാണ് അർജുൻ. എത്തുന്നത് നമ്മൾ കാണുന്നു. കോക്രോച്ചസ് വിൽ ഫൈറ്റ് ബാക്ക്. എന്താ മലയാളിയാണ്. മലയാളിയാണ് മലയാളി പാറ്റയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. പേരെന്താ? അർജുൻ. JNU പഠിക്കുകയാണോ? പഠിക്കണം. എന്താണ് കോക്രോച്ച് പാർട്ടിയായിട്ട് ഇങ്ങനെ വരാനുള്ള കാരണം വെച്ചാൽ ഇപ്പം പേപ്പർ ലീക്ക് ഇത്രയും വലിയ പ്രോബ്ലമാണ് ഇവിടെ. നോർത്ത് ഇന്ത്യയിൽ പേപ്പർ ലീക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും അഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് തന്നെ പലരും നാട്ടിൽ പോയിട്ട് എക്സാം എഴുതിയിട്ട് പേപ്പർ ലീക്കായിട്ട് പിന്നെ തിരിച്ച് വരേണ്ടി വന്നു. അവർക്ക് ജോലിയൊന്നുമില്ല. എല്ലാവരും വളരെ ഡിസപ്പോയിൻറ്റഡ് ആണ്. അപ്പം ഇങ്ങനെയെങ്കിലും ആൾക്കാരെ BJP ഇതിലോട്ട് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാമെന്നാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. കൂടുതൽ മലയാളികൾ വന്നിട്ടുണ്ടോ? കുറേ പേരുണ്ട്, അത്യാവശ്യം കുറേ പേരുണ്ട്. പക്ഷേ പോലീസ് വാർണിംഗ് ചെയ്താൽ ഞങ്ങളെടുത്ത് JNUന്ന് നിങ്ങൾ കൂട്ടമായിട്ട് വന്നാൽ ഞങ്ങൾ ഇന്നലെ അറസ്റ്റ് ചെയ്യുമെന്ന് പല സ്ഥലത്ത് പോലീസ് വന്നു. അപ്പോൾ എല്ലാവരും ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് വരുന്നത്. ലൈക്ക് പല രീതിയിൽ പോലീസ് പ്രശ്നം ഉണ്ടായിരുന്നല്ലേ? വരുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പോലീസ് എല്ലാ സ്ഥലത്തും ലോക്ക് ചെയ്യുന്നുണ്ട്. പോലീസ് ട്രൈ എന്ന് വെച്ചാൽ ഇവിടെ കുറവ് ആൾക്കാർ വരണം. എല്ലായിടത്തും ബ്ലോക്ക് ചെയ്ത് നടത്തുന്നുണ്ട് പോലീസ്. പിന്നെ കൂടുതൽ ആളുകൾ വരുന്നു. നിങ്ങൾ ഈ സമരം എന്നുള്ളത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി വരെ തുടരണം എന്നുള്ളതാണോ? ഇപ്പോൾ നമുക്കൊന്നും അറിയത്തില്ല. ഇപ്പം ഫോറം എന്ത് പറയും ആലോചിക്കണം. ഇപ്പം ഞങ്ങൾ എല്ലാവരും വന്നിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ള ലീഡേഴ്സ് എന്ത് പറയണം, ഞങ്ങളുടെ പാർട്ടി എന്ത് പറയും അതൊക്കെ അനുസരിച്ചാണ് എല്ലാം പോവുക. അതാണ് ആ നിലയ്ക്കുള്ള സമരമാണ്. മലയാളികളുണ്ട്. ഈ നാട്ടിലെവിടെയാ? നാട്ടിൽ മലപ്പുറത്തുകാരനാണ്. നമുക്ക് ദൃശ്യങ്ങൾ പലതരം സമരപരിപാടികളുമായി ആർക്കും അപരിചിതമായിട്ടുള്ള ഒരു ഫേസ് ആയിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നെങ്കിൽ നിങ്ങൾ അർജുന്റെ ഫേസ് നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ. അപ്പൊ ഇപ്പോഴത്തെ പ്രശ്നം വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ്, ആക്ച്വൽ CJP പ്രൊട്ടസ്റ്റിന്റെ ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ്, അവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ എന്താണ്, അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളതൊന്നും ജനങ്ങൾ അറിയുന്നില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം വെച്ച് കഴിഞ്ഞാല് മീഡിയ ഹാസ് ഡിസൈഡഡ് ടു ബോയ്കോട്ട് ദിസ് പ്രൊട്ടസ്റ്റ് എന്നുള്ളതാണ് അല്ലേ? അതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടെ സംഭവിക്കുന്നത്. എന്താണ് അർജുൻ ആക്ച്വലി അവിടെ സംഭവിക്കുന്നത്? ഇത്രയും വലിയൊരു പ്രൊട്ടസ്റ്റ് കുറെ ആൾക്കാർ കൂടിയിട്ടും നമ്മുടെ നാട്ടിലെ മീഡിയാസ് ഒന്നും ഇത് കവർ ചെയ്യുന്നില്ലല്ലോ. എന്താണ് വാട്ട്സ് ഹാപ്പനിങ്? അത് ആക്ച്വലി ഈ പ്രൊട്ടസ്റ്റിന്റെ ഒരു ലൈക്ക് ഇൻ എ സെൻസ് ഒരു വിക്ടറി എന്ന് പറഞ്ഞാൽ മെയിൻ സ്ട്രീം മീഡിയനെ അവർ ബൈപ്പാസ് ചെയ്തു സക്സസ്ഫുള്ളി. ലൈക്ക് ലിറ്ററലി ഇന്ന് ആഫ്റ്റർ സോനം വാങ്ചുക്കിന്റെ ഡീറ്റെയിൻമെന്റ് കഴിഞ്ഞിട്ടാണ് മെയിൻ സ്ട്രീം മീഡിയ വന്നത്. ലിറ്ററലി പ്രത്യേകിച്ച് ഗോദി മീഡിയ വന്നിട്ടും അവര് ബേസിക്കലി പറഞ്ഞത് പീസ്ഫുള്ളി എടുത്തോണ്ട് പോവാണ്. ലൈക്ക് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്താൽ പല റീൽസ് കാണാം. ഗോദി മീഡിയനെ അവിടുത്തെ പ്രൊട്ടസ്റ്റേഴ്സ് സറൗണ്ട് ചെയ്തിട്ട് അവർ പറയുന്ന കള്ളം പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. സോനം വാങ്ചുക്കിനെ പീസ്ഫുള്ളി അല്ല, വളരെ ഫോഴ്സ്ഫുൾ ആണ് എടുത്തിട്ട് പോയതെന്ന് പോലീസ്. അപ്പം മെയിൻ സ്ട്രീം മീഡിയ ഇപ്പോൾ വന്നിരിക്കുന്നതില്ലേ, ഗോദി മീഡിയ ഇപ്പോൾ വന്നിരിക്കുന്നത് അവരുടെ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ്. അതല്ലാതെ ഈ പ്രൊട്ടസ്റ്റ് കംപ്ലീറ്റ്ലി മെയിൻ സ്ട്രീം മീഡിയനെ ബൈപ്പാസ് ചെയ്തു. ഇപ്പം സോഷ്യൽ മീഡിയയുടെയും പിന്നെ ഇൻഡിപെൻഡന്റ് യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇല്ലേ, അവരുടെ മാത്രമാണ് ഈ പ്രൊട്ടസ്റ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലൈക്ക് പുറത്തോട്ട് ഒരു 100 മീറ്ററിന്റെ ഒരു ബോക്സ് ഉണ്ടല്ലോ ജന്തർ മന്ദിർ, അതിന്റെ പുറത്തോട്ട് അങ്ങനെ ഇറങ്ങണം. ഓക്കെ. അപ്പൊ ആക്ച്വലി അവിടെ എന്താ സംഭവിച്ചത്? ആക്ച്വലി എന്താണ് അവിടെ നടന്നത്? ഇപ്പൊ സോനം വാങ്ചുക്കിനെ തൂക്കിയെടുത്തോണ്ട് പോകുന്നു, അതിനകത്ത് അടിയും പിടിയൊക്കെ നടക്കുന്ന ഒരു അങ്ങനത്തെ ഒരു റഫ് ഐഡിയ എനിക്കുള്ളൂ. ഈ റീൽസിൽ പല ആളുകളൊക്കെ കണ്ട കാര്യം. അപ്പൊ എന്താണ് ആക്ച്വലി സംഭവിച്ചത്? അല്ല, ബേസിക്കലി അവിടെ സംഭവിച്ചെന്ന് വെച്ചാൽ ഇപ്പം സോനം വാങ്ചുക്കിനെ ആദ്യം വന്നവര് ഫോഴ്സ്ഫുള്ളി പിക്ക് ചെയ്തു. അപ്പം നമ്മൾ ഇത് നോക്കേണ്ടത് ഇന്നലെ ഡൽഹിയിലെ കമ്മീഷണറെ മാറ്റിയിട്ടുണ്ട്. ലൈക്ക് സോ ബേസിക്കലി സ്റ്റേറ്റ് വുഡ് ബി ലൈക്ക് ഇന്നലെ വരെയുള്ള കമ്മീഷണർ പ്രോബ്ലി നിലവിലെ വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ ഇന്നലെ രാത്രി ഒരാളെ നിയമിക്കുന്നു. അപ്പൊ അയാൾ ഇന്ന് രാവിലെ ആയപ്പോ തന്നെ പുള്ളിയുടെ മസിൽ പവർ കാണിച്ചു. അപ്പം 20-ാം തീയതി നമ്മൾ ഒരു സൺസെറ്റ് മാർച്ച് അനൗൺസ് ചെയ്തിട്ടുണ്ട് ടുവേർഡ്സ് പാർലമെന്റ്. അപ്പം ആ മാർച്ചിന് ആൾക്കാരുടെ എണ്ണം, ആ മാർച്ചിന് വരുന്ന ആൾക്കാരുടെ കൗണ്ട് കുറയ്ക്കാൻ വേണ്ടിയായിരിക്കും ഈ സ്റ്റെപ്പ് അവർ എടുത്തത്. ലൈക്ക് പക്ഷെ ഇന്നത്തെ ഒരു ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നോട്ട് ഉള്ളത്, സോനം വാങ്ചുക്കിനെ എടുത്ത് എല്ലാവരും സ്റ്റോപ്പ് ചെയ്യാൻ പോയി.
അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ സൈഡ് കുറച്ച് പ്രൊട്ടസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ ഒരു ഐസ് എന്ന ഓർഗനൈസേഷന്റെ മൂന്ന് ആൾക്കാർ പ്രൊട്ടസ്റ്റ് ഹങ്കർ സ്ട്രൈക്ക് ഇരിക്കുന്നുണ്ട്. അവരും സെയിം 21 days ആയിട്ട് ഇരിക്കുന്നവരാണ്. അവരുടെ അടുത്ത് പോലീസ് വന്നപ്പം അവിടുത്തെ ബാക്കിയുള്ള പ്രൊട്ടസ്റ്റേഴ്സ് ഹ്യൂമൻ ചെയിൻ ഫോം ചെയ്തിട്ട് അവരെ പിക്ക് ചെയ്യാൻ സമ്മതിച്ചില്ല. പിന്നെ അവരല്ലാതെ Okay. ബാക്കി ഭയങ്കര ഒരു- പ്രൊട്ടസ്റ്റേഴ്സ് ഉണ്ട്. അതൊരു ഭയങ്കര സംഭവമാണ്. അതായത് ആക്ച്വലി സോനം വാങ്ചുക്ക് മാത്രമല്ല അവിടെ ഹങ്കർ സ്ട്രൈക്കിന് ഇരിക്കുന്നത്. ഒരുപാട് സ്റ്റുഡൻസും അവിടെ ഹങ്കർ സ്ട്രൈക്കിന് ഇരിക്കുന്നുണ്ട്. ആൻഡ് നോ വൺ നോസ് അബൌട്ട് ഇറ്റ്. കാരണം ഞാൻ സോഷ്യൽ മീഡിയയിൽ അവിടെ അങ്ങനെ ഒരു സംഭവത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. സോനം വാങ്ചുക്കിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഇത് മാത്രമേ കണ്ടിട്ടുള്ളൂ. ദർ ആർ സ്റ്റുഡൻസ് ഹു ആർ ആക്ച്വലി ഗോയിങ് ഓൺ ഹങ്കർ സ്ട്രൈക്ക്. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ചൊന്ന് എന്താണ്? അപ്പം ഫോർ എക്സാമ്പിൾ ഐസയുടെ 3 പേര് ഹങ്കർ സ്ട്രൈക്കിൽ ഇരിക്കുന്നുണ്ട്. നേഹ, അമീൻ, മനീഷ്. അപ്പം അവരും 21 ദിവസം എന്ന് സോനം വാങ്ചുക്ക് തുടങ്ങിയോ അന്ന് അവരിയ്ക്കുന്നുണ്ട്. അപ്പം അവരെ ആക്ച്വലി 6 പേരെ തുടങ്ങിയത് ലൈക്ക് ഈ ഓർഗനൈസേഷൻ. അതിൽ 3 പേര് ഡ്യൂ ടു ഹെൽത്ത് റീസൺസ് അവര് ബ്രോക്ക് ദി ഹങ്കർ സ്ട്രൈക്ക്. ബാക്കി 3 പേരുണ്ട്. അതല്ലാതെ ഇന്ത്യയിൽ നിന്ന് പല സ്ഥലത്തുനിന്ന് വന്ന ആൾക്കാര് ഹങ്കർ സ്ട്രൈക്കിൽ ഇരിക്കുന്നുണ്ട്. ഇതില് തമിഴ്നാട്ടിൽ നിന്ന് വന്നവരുണ്ട്, ഒഡീഷയിൽ നിന്ന് വന്നവരുണ്ട്, ബീഹാറിൽ നിന്നുണ്ട്, എല്ലാ സ്ഥലത്തുനിന്നുണ്ട്. അപ്പൊ പലരും പല ടൈമില് ഹങ്കർ സ്ട്രൈക്ക് ബ്രേക്ക് ചെയ്തു. കാരണം വളരെ വളരെ ഹീറ്റ് ആണ് ലൈക്ക് അവിടെ ലൈക്ക് 42-43 ഡിഗ്രി ആണ്. പിന്നെ ചിലവരൊക്കെ ചില ആൾക്കാർ വന്ന ഒരു എക്സൈറ്റ്മെന്റ് ഇരിക്കുന്നവരുണ്ട്. അപ്പം ഇറ്റ്സ് നോട്ട് ഈസി. നിങ്ങൾ ഇപ്പം ഹങ്കർ സ്ട്രൈക്കിൽ ഇരിക്കുന്നു, അവിടെ നിന്ന് എണീച്ച് പോകുന്നു, അപ്പം വാഷ്റൂമിൽ പോകണം, അവിടെ പോകണം. അപ്പൊ യു എക്സ്പെൻഡ് എ ലോട്ട് ഓഫ് എനർജി ഇൻ ദാറ്റ് ഹീറ്റ്. അപ്പം നിങ്ങൾ ഹങ്കർ സ്ട്രൈക്കിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ കുറച്ച് ഓർഗനൈസ്ഡ് ആയ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹങ്കർ സ്ട്രൈക്ക് പോലും കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂ ആ പ്രത്യേക ഹീറ്റിൽ. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോഴത്തിരിക്കുന്ന സ്റ്റുഡൻസ് പെട്ടെന്ന് എണീക്കുന്നുണ്ട്. കാരണം അവർ വന്നൊരു ഇൻഡിവിജ്വൽ ആയിട്ട് ഇരിക്കുമ്പം there is a limit to what they can go. ഫോർ എക്സാമ്പിൾ പോലീസ് അവരുടെ ഡോക്ടേഴ്സ് കൊണ്ടുവരും. ഡോക്ടേഴ്സ് അവരുടെ വൈറ്റൽസ് ചെക്ക് ചെയ്തിട്ട് 2 ദിവസം കഴിഞ്ഞാൽ അവർ വൈറ്റൽസ് കൂട്ടി പറയും പീഡിപ്പിക്കാൻ. അപ്പൊ പോലീസ് വിൽ ഡു മൾട്ടിപ്പിൾ ടാക്ടിക്സ്. അപ്പൊ അങ്ങനെ പലരും എണീക്കാറുണ്ട്. ഇപ്പം അങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ടിരിക്കുന്നവരെ കൗണ്ട് നോക്കിയാൽ പെട്ടെന്ന് കുറഞ്ഞുകൊണ്ട് വരും. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവരെ റീപ്ലേസ് ചെയ്തിരിക്കുന്നവരും ഉണ്ട്. പക്ഷെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കുന്നവർക്ക് ഡോക്ടേഴ്സ് വന്ന് തെറ്റായിട്ട് വൈറ്റൽസ് കൗണ്ട് പറഞ്ഞാല് നമ്മളും ഇൻഡിപെൻഡന്റ് ആയിട്ട് ഡോക്ടേഴ്സിനോട് ചെക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്. മനസ്സിലായി? ഇതാണ് ഡിഫറൻസ് ഇൻഡിവിജ്വൽ ആയിട്ട് ഇരിക്കുന്നതും ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കുന്നതും. എന്തൊക്കെ ഉടായിപ്പാണ് ഞാൻ ആലോചിക്കുന്നത്. ഫുൾ പോലീസ് സിസ്റ്റം ഈ പറയുന്ന ഈ പ്രൊട്ടസ്റ്റ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. ഡോക്ടേഴ്സ് എല്ലാരും കൂടി ഈ പ്രൊട്ടസ്റ്റ് ഇല്ലാതാക്കാൻ. അതായത് അവർക്കൊക്കെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ഒരു സാധനമില്ല. അതായത് ഇവിടെ ഈ പ്രൊട്ടസ്റ്റ് ഇരിക്കുന്നത് എന്തിനാണ്? ഈ പ്രൊട്ടസ്റ്റ് ഇരിക്കുന്നത് ഇവരെ പോലെ തന്നെ ഡോക്ടർമാരാവാനായിട്ട് പരിശ്രമിക്കുന്ന കുട്ടികള്. അവര് ഇത്ര പേര് സൂയിസൈഡ് ചെയ്തു ഇത്രയൊരു ഫോൾട്ട് വന്നതിന് ശേഷം. ഒരു മുഴുവൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരു പ്രശ്നമാണ്. അത് നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം. പക്ഷെ ഐ കാൻ ബിലീവ് ഇറ്റ്. അല്ല, സ്റ്റേറ്റ് മീൻസ് അങ്ങനെ ഇതൊക്കെ ടാക്ടിക്സ്. ഇപ്പം അങ്ങനെ കുറെ പേര് എണീച്ചു അവിടെ നിന്ന് ലൈക്ക്. പക്ഷെ എണീച്ചവര് അവിടെ തന്നെ പ്രൊട്ടസ്റ്റ് വേണ്ടി ഇരിക്കുന്നുണ്ട്. ദേ ആർ നോട്ട് ലീവിംഗ് ജന്തർ മന്ദിർ. അതൊരു പോസിറ്റീവ് സൈൻ ആണ്. പിന്നെ നമ്മൾ ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കുമ്പല്ലേ പോലീസ് ഒന്ന് എന്ത് ടാക്ടിക്സ് യൂസ് ചെയ്താലും നമുക്ക് ഒരു സപ്പോർട്ട് ഗ്രൂപ്പ് ഉണ്ടായതുകൊണ്ട് നമ്മളെ പെട്ടെന്ന് പേടിക്കത്തില്ല. കാരണം ഇപ്പം ഡൽഹിയിലാണ്, സ്റ്റുഡൻസ് ആണ്, ആക്ടിവിസ്റ്റുകളാണ്. സോ അവര് പോലീസായിട്ട് നേരത്തെ ഫേസ് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ്സ് ഈസി. അത് മാത്രമല്ല, ഇപ്പം നമ്മളിപ്പോ ഇന്ത്യ ഗേറ്റിലൊക്കെ പോകുമ്പോൾ കുറെ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടാവും. ഇപ്പൊ നാട്ടിൽ നിന്ന് ആൾക്കാരെ വരുന്നത് ഇന്ത്യ ഗേറ്റിൽ ഫോട്ടോ എടുത്ത അപ്പം തന്നെ ഫോട്ടോ തരുന്നവര് ക്യാമറാമാൻ ലൈക്ക് ഇന്ത്യ ഗേറ്റിലും പല ടൂറിസ്റ്റ് സ്പോട്ട്സിലും. അവരൊക്കെ ഇപ്പൊ ജന്തർ മന്ദിർ എംപ്ലോയിഡ് ആണ്, പാർട്ട് ടൈം ആയിട്ട്. അവരാണ് പ്രൊഫൈൽ ചെയ്യുന്നത് എല്ലാരെയും. മനസ്സിലായി. അവർക്ക് ഡൽഹി പോലീസ് ഒരു യൂണിഫോം പോലെ കൊടുത്തിട്ടുണ്ട്, ഒരു ജാക്കറ്റ്, ഓറഞ്ച് ജാക്കറ്റ് മേലെ കൊടുത്തിട്ടുണ്ട്. സോ അതിട്ടിട്ട് അവര് ക്യാമറ എടുത്തിട്ടും ഡ്രോൺസും ക്യാമറയും 24/7 ഫുൾ ജന്തർ മന്ദിർ ആ ചെറിയൊരു ബോക്സില് എപ്പോഴും ആൾക്കാരെ ഗവേൺ ചെയ്തോണ്ടിരിക്കും, ആൾക്കാരെ പ്രൊഫൈൽ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും. പിന്നെ ഞാൻ മീറ്റ് ചെയ്ത പല ജേർണലിസ്റ്റുകളും പറഞ്ഞത് ഡൽഹി പോലീസ് ഈസ് ഓൾസോ യൂസിങ് ദിസ് ഈ ഒരു ഇവന്റിനെ ആസ് എ ഓപ്പർച്യൂണിറ്റി ടു ട്രെയിൻ ദെയർ AI സിസ്റ്റംസ്. കാരണം ഇവര് ഒരു ടവർ ബിൽഡ് ചെയ്തിട്ടുണ്ട് ജന്തർ മന്ദിർ, ചെറിയ ഒരു ടവർ. അപ്പൊ അവിടെ ടവറിന്റെ മേലെ
ഒരു പ്രോപ്പർ ഒരു ക്യാമറ വെച്ചിട്ട് ഒരു പോലീസുകാരൻ ഒരിക്കും ഒരു ക്യാമറാമാൻ ആയിരിക്കും. അപ്പൊ അവരിങ്ങനെ ഏത് നേരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പെനാപ്റ്റിക്കോൺ പോലെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അതല്ലാതെ താഴെ ഗ്രൗണ്ടിൽ പല ക്യാമറമാൻ ഉണ്ട് വിത്ത് DSLRs. അതല്ലാതെ നമ്മൾ ഗേറ്റിൽ എൻട്രി ചെയ്യുമ്പോൾ നമ്മൾ ഗേറ്റിൽ ഈ 2 എൻട്രൻസ് ഉണ്ട്. അപ്പം ഒരു എൻട്രൻസിൽ 2 എൻട്രൻസിലും വലിയ സ്കാനിങ് സിസ്റ്റംസ് ഉണ്ട്. ഓക്കെ. മറ്റേ സ്കാനർ നമ്മൾ കൊണ്ടുവന്ന ബാഗ്സ് സ്കാൻ ചെയ്യാൻ വേണ്ടിട്ട്. അതല്ലാതെ പിന്നെ ബാരിക്കേഡ്സിന്റെ മേലെ എല്ലായിടത്തും CCTV ക്യാമറാസും ഉണ്ട്. സോ കംപ്ലീറ്റ്ലി ഒരു സർവൈൽഡ് സ്പേസ് അത്. അല്ല ഇപ്പൊ അവർക്ക് പറഞ്ഞൂടെ, ഇപ്പം നിങ്ങള് ബാഗും ചെക്ക് ചെയ്യുന്നതും ഈ ക്യാമറ ഒക്കെ വെക്കുന്നത് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ്, ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടാകാതിരിക്കാനാണ് എന്ന് അവർക്ക് വേണമെങ്കിൽ പറയാമല്ലോ. അപ്പൊ അതെങ്ങനെ കാണും? അല്ലല്ലേ, ഈ സെക്യൂരിറ്റി എന്ന വാദം ലൈക്ക് നമ്മളിപ്പോ എല്ലാവരും ഡൽഹിയിൽ തന്നെ നമ്മള് JNUലാണെങ്കിലും ഈ സെക്യൂരിറ്റി എന്ന വാദം അൾട്ടിമേറ്റ്ലി കൺട്രോളിന് വേണ്ടിയാണ് യൂസ് ചെയ്യാറുള്ളത്. ഇവർക്ക് സെക്യൂരിറ്റി എന്നൊരു ജെന്യുവൻ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ JNU സെക്യൂരിറ്റി എന്ന് യൂസ് ചെയ്യുന്നത് അൾട്ടിമേറ്റ്ലി ഗേൾസിനെ മോറൽ പോലീസിങ് ചെയ്യാനാണ് ചെയ്യുന്നത്. ലൈക്ക് അതേപോലെ തന്നെ ഇവിടെയും സെക്യൂരിറ്റി എന്ന സംഭവം ഈ സർവൈലൻസിന് വേണ്ടി മാത്രമാണ്. ഐ മീൻ ഇതില് സെക്യൂരിറ്റി കൊടുക്കേണ്ടത് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വരുന്നവർക്കാണല്ലോ, അവർക്കാണല്ലോ സെക്യൂരിറ്റി വേണ്ടത്. ആ സെക്യൂരിറ്റി കൊടുക്കേണ്ടവരെ തന്നെ ഫോഴ്സ്ഫുള്ളി പിടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടിരുത്താണ്. അല്ല ഈ സെക്യൂരിറ്റി ഒക്കെ ഉണ്ടായിട്ടും അകത്ത് ആൾക്കാർ വന്നിട്ട് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറിന്റെ ഒരു ടീനേജർ നിഷു എന്ന് പറഞ്ഞിട്ട് ദലിത് ബഹുജൻ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്. പുള്ളിയുടെ അച്ഛനെ ഹിന്ദു രക്ഷാദല്ലോ ഏതോ ദല്ല്, ഇവിടെ കുറെ ദല്ലുണ്ടല്ലോ, അവരുടെ ആൾക്കാർ വന്നിട്ട് പുള്ളിയുടെ തലക്കടിച്ചു. പുള്ളിക്ക് കുറെ സ്റ്റിച്ച് കിട്ടി പോലീസിന് മുമ്പിലാണ്. അത് ഇത് ജന്തർ മന്ദറിന്റെ അകത്ത് ഫസ്റ്റ് ഓർ സെക്കൻഡ് വീക്ക്. അപ്പം ഇവര് പറയുന്ന സെക്യൂരിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ നിർത്തേണ്ടല്ലേ? അതെ, സെക്യൂരിറ്റി ഉണ്ട്, പക്ഷേ സെക്യൂരിറ്റി ഫോർ ഹൂം, അതാണ് പ്രശ്നം. പ്രൊട്ടസ്റ്റേഴ്സിന് അല്ലാതുള്ളതാണ് പ്രശ്നം. ഓക്കെ, മനസ്സിലായി. ഐ മീൻ ഇതാണ് ആക്ച്വലി എനിക്ക് തോന്നുന്നു നമുക്ക് അറിയേണ്ട കാര്യം. അതായത് ഇപ്പം വീഡിയോ കാണുന്നുണ്ട്, നമ്മുടെ കുറച്ച് ഫുട്ടേജസ് കാണുന്നുണ്ട് എന്നുള്ളതല്ലാതെ അവിടുത്തെ ഒരു ഗ്രൗണ്ട് യാഥാർത്ഥ്യം എന്താണ്, അവിടെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ പോകുന്നവരുടെ സാഹചര്യം എന്താണെന്നുള്ളത് നമുക്ക് അറിയുന്നില്ല. നമ്മൾ പലപ്പോഴും കാണുന്നത് ഇപ്പം അഭിജിത്ത് ദീപ്കെ, പുള്ളി സോഷ്യൽ മീഡിയയിൽ നല്ലൊരു ബേസ് ഉണ്ട്, പുള്ളിയെ അറിയാം. പുള്ളിയുടെ ഈ പറയുന്ന ഈ ഓരോ ഇതൊക്കെ കാണാറുണ്ട്, സ്പീച്ചസും പുള്ളി കരയുന്നതും ഒക്കെ കാണാറുണ്ട്. അതുപോലെ സോനം വാങ്ചുക്കിനെയും കാണാറുണ്ട്. പുള്ളിയെ അവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നു, ആൾക്കാർ കാണാൻ വരുന്നു. പിന്നെ ഏറ്റവും അവസാനം കണ്ടത് ഇപ്പൊ ഈ ലേറ്റസ്റ്റ് സാധനമാണ്, പുള്ളിയെ എന്താണ് ഫോഴ്സ്ഫുള്ളി എടുത്തുകൊണ്ട് പോയി ഹോസ്പിറ്റലിൽ ഡീറ്റെയിൻ ചെയ്യണം അല്ലേ? അതാണ് ഇപ്പൊ നമുക്കറിയാവുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. സോ എന്താണ് ഈ പറയുന്ന ഒരു അവിടെ ഏതൊക്കെ സ്റ്റുഡന്റ് ഓർഗനൈസേഷൻസ് ആണ് അവിടെ ഈ പ്രൊട്ടസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ എത്തിയിട്ടുള്ളത്? കാരണം ഫ്രം വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ് സ്റ്റുഡൻസ് വളരെയധികം മാസീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു പ്രൊട്ടസ്റ്റ് ആണ്. അതെ, ഇപ്പം ഫോർ എക്സാമ്പിൾ ആഫ്റ്റർ സോനം വാങ്ചുക്കിന്റെ ഡീറ്റെയിൻമെന്റ് കഴിഞ്ഞിട്ട് കുറച്ച് ഓർഗാനിക് ആയിട്ട് കുറെ ക്രൗഡ് കൂടുന്നുണ്ട്. ഇന്ന് സ്പെസിഫിക്കലി ഇന്നത്തെ ഇൻസിഡന്റ് കഴിഞ്ഞിട്ട് ഇന്ന് ഇൻക്രെഡിബിൾ ക്രൗഡ് ആയിരുന്നു. ലൈക്ക് ലിറ്ററലി അവിടെ കാല് വെച്ച സ്ഥലമില്ലായിരുന്നു. ലൈക്ക് ഈസിലി അറൌണ്ട് 5000 ഫുട്ഫോൾ ഈസി ആ ചെറിയ സ്പേസില്. പക്ഷേ ഇത് ഇത്രയും കാലം ലൈക്ക് ഒരു പ്രൊട്ടസ്റ്റ് ഇല്ല. ഈവൻ ബിഫോർ സോനം വാങ്ചുക്കിന്റെ എൻട്രി ഇൻ ടു ദിസ്, അതിനു മുമ്പേ തന്നെ 2-3 ആഴ്ച സർവൈവ് ചെയ്തല്ലോ പ്രൊട്ടസ്റ്റ്. സോ ദാറ്റ് ഇറ്റ് സെൽഫ് അങ്ങനെ സർവൈവ് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു പൊളിറ്റിക്കലി എൻഗേജ് ദി ക്രൗഡ്, കമ്മിങ് ക്രൗഡ്. ഈ ഫ്ലോട്ടിംഗ് ക്രൗഡ് ആണല്ലോ, കുറച്ച് പേര് വരും, കുറച്ച് പേര് ഓഫീസ് കഴിഞ്ഞിട്ട് വരും, ഇന്ന് വരുന്നവർ നാളെ വരത്തില്ല, നാളെ വരുന്നവര് മറ്റന്നാളെ വരത്തില്ല, അത് കഴിഞ്ഞിട്ട് വേറെ ക്രൗഡ് ആയിരിക്കും, കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ക്രൗഡ്. സാറ്റർഡേ സൺഡേസ് പാരന്റ്സ് വരും, അവര് വരും. അപ്പം ഇങ്ങനത്തെ ഒരു ക്രൗഡ് എപ്പോഴും ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അവിടെ പെർമനന്റ് ആയിട്ട് ഒരു ക്രൗഡ് ഉണ്ടെങ്കിലേ ഇതിനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അപ്പം ആ ക്രൗഡായിരുന്നു DU, JNU, AUD അങ്ങനത്തെ പല യൂണിവേഴ്സിറ്റീസിലെ സ്റ്റുഡന്റ് ആക്ടിവിസ്റ്റുകൾ. അപ്പൊ അത് പല ഓർഗനൈസേഷൻസും ഉണ്ട്, ലൈക്ക് ഐസ, SFI, ASF ഉണ്ട്, കളക്റ്റീവ് എന്ന ഓർഗനൈസേഷൻ ഉണ്ട്, KBS എന്ന ഓർഗനൈസേഷൻ ഉണ്ട്, അങ്ങനെ ദിശ എന്ന ഓർഗനൈസേഷൻ, അങ്ങനെ പലതരം ലെഫ്റ്റ് ഓർഗനൈസേഷൻസ് ഉണ്ട്. ലൈക്ക് നമ്മളങ്ങനെ നോക്കിയാല് സ്റ്റുഡന്റ് ഓർഗനൈസേഷൻസ് ലെഫ്റ്റ് ഓർഗനൈസേഷൻസ് മാത്രമേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ. പിന്നെ അത് ഞാൻ വണ്ടർ ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോ അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്നത് പുള്ളി ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് സ്വഭാവമുള്ള ഒരാളല്ല. ഈ പറയുന്ന ഒരു വിഷയത്തിൽ സാന്ദർഭികമായി വന്നുപെട്ട ഒരാളാണ്. പുള്ളി അതിനകത്ത് കാണിച്ച ഏറ്റവും ഗട്സി ആയിട്ടുള്ള മൂവ് എന്ന് പറയുന്നത്, ബോസ്റ്റണിൽ സുഖമായിട്ടിരിക്കാൻ പറ്റുന്ന ആള് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായപ്പോൾ നാട്ടിലേക്ക് വരാനായിട്ടുള്ള ധൈര്യം കാണിച്ചു. നാട്ടിലേക്ക് വന്ന് അവിടെ ഗ്രൗണ്ടിൽ ഇറങ്ങി ജനങ്ങളുടെ കൂടെ ഇരുന്ന്, അപ്പം ദാറ്റ് മീൻസ് ഹി ഹാസ് സം ട്രൂത്ത് ടു വാട്ട് ഹി ഈസ് സീയിങ്, യുനോ. അയാൾക്കൊരു ആത്മാർത്ഥതയുള്ള ഒരാളാണെന്നാണ് ജനങ്ങൾ അതൊന്ന് മനസ്സിലാക്കുന്നത്. അപ്പം പക്ഷേ എഗെയിൻ ഹീസ് നോട്ട് എ സോഷ്യൽ ആക്ടിവിസ്റ്റ്. പുള്ളിക്ക് ഈ പ്രൊട്ടസ്റ്റുകൾ ഓർഗനൈസ് ചെയ്ത് പരിചയമൊന്നുള്ള ആളല്ല. അപ്പൊ എങ്ങനെയാണ് അവിടെ ഒരു മാസീവ് ഒരു ഓർഗനൈസ്ഡ് പ്രൊട്ടസ്റ്റ് അവിടെ ഉണ്ടായി വരിക എന്നുള്ളത് ഐ വാസ് വണ്ടറിങ്.
How can that happen? He doesn't have that kind of background. So how is he doing that എന്നുള്ള ഞാൻ ആലോചിച്ചു. എനിക്ക് മേ ബി ഇങ്ങനെ ഒരു എക്കോസിസ്റ്റം അവിടെ നിലനിൽക്കുന്നതുകൊണ്ടായിരിക്കാം the protesters are able to organize themselves. അതിനെ കുറിച്ചൊന്ന് പറയാമോ? എന്താണ് അവിടുത്തെ ഈ ഓർഗനൈസിങ്? അതെ, സി അഭിജിത്ത് കെ പുള്ളി വന്നിട്ടുണ്ട്. വാട്ട് എവർ ഹി വിൽ റെപ്രസെന്റ് നൗ ഓർ വാട്ട് എവർ ഹി വിൽ റെപ്രസെന്റ് ദ ഫ്യൂച്ചർ, അത് നമുക്കറിയത്തില്ല. അതിനെപ്പറ്റി പല തിയറീസും ഉണ്ട്. എനിക്ക് എന്റേതായ തിയറി ഉണ്ട്, ഞാൻ ഇപ്പോൾ പറയുന്നില്ല. സോ എവരി വൺ ഹാസ് ദെയർ ഓൺ തിങ്. പക്ഷെ നമ്മൾ ആസ് എ സ്റ്റുഡന്റ് ഓർഗനൈസേഷൻ, സ്പെസിഫിക്കലി ഫ്രം ദി ലെഫ്റ്റ്, അങ്ങനെ വരുമ്പം ഒരു ക്രൗഡ് അവിടെ വന്നിട്ടുണ്ട്. ആൻഡ് നമുക്ക് ഈ ഒരു ഇഷ്യൂ കൂടെ ഒരു കോമൺ മിനിമം പ്രോഗ്രാം സെറ്റ് ചെയ്യാൻ പറ്റും. ലൈക്ക് ഇതൊരു ജെന്യുവൻ ഇഷ്യൂ ആണ്. ആൻഡ് this is an issue which affects a lot of people. Like, for example, ഈ ജന്തർ മന്ദർ എന്ന സൈറ്റില് ഞാൻ തന്നെ കഴിഞ്ഞ 4 വർഷമായിട്ട് പോകുന്നത് ലിറ്ററലി. അപ്പൊ നമ്മൾ അവിടെ പലതരം പ്രൊട്ടസ്റ്റ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ഉനാവ് റേപ്പ് വിക്ടിമിന്റെ പ്രൊട്ടസ്റ്റ്, ഫൈനൽ പ്രൊട്ടസ്റ്റ്. കുൽദീപ് സിംഗ് സെംഗറിനെ ബെയില് കിട്ടിയപ്പം അതിനെതിരെയും പ്രൊട്ടസ്റ്റ് ചെയ്തത് ഓർഗനൈസിംഗ് ഇതിൽ ഞങ്ങളുണ്ടായിരുന്നു. അപ്പം നമ്മൾക്ക് അറിയാം ഈ ജന്തർ മന്ദറിലൊരു സംഭവം കൊണ്ട് വന്നാൽ അതിനെങ്ങനെയാണ് ലൈക്ക് നടത്തേണ്ടത്, എങ്ങനെയാണ് ആൾക്കാരെ എൻഗേജ് ചെയ്യേണ്ടത്, ഹൗ ടു ബ്രിങ് ഇൻ മോർ പീപ്പിൾ. സോ വി ന്യൂ ദാറ്റ് ഇവിടെ ഒരു സർട്ടൈൻ സെറ്റ് ഓഫ് ആൾക്കാർ എന്തായാലും വരും അന്ന്. കാരണം അതൊരു മീമിന്റെ ഭാഗമായിട്ട് വന്നപ്പം ഈവൻ ഫോർ കോമഡി സം പീപ്പിൾ വുഡ് കം. പക്ഷേ അവിടെ പോയിട്ട് നമ്മൾ അതിനെ പൊളിറ്റിസൈസ് ആക്കിയില്ലെങ്കിൽ അത് വി ആർ ഫെയിലിംഗ് ഇൻ എ സെൻസ്. ലൈക്ക് ഇതിനെ ഞാൻ കാണുന്നത് വളരെ ഫെർട്ടൈൽ ഗ്രൗണ്ട് ആയിട്ട് ഇങ്ങനത്തെ ഒരു സ്പേസിനെ. കാരണം ഈ ലെഫ്റ്റ് ഓർഗനൈസേഷൻസ് ഒക്കെ ഈ NTA വന്ന് കഴിഞ്ഞ തൊട്ട് 2014 തൊട്ട് എത്രയോ പേപ്പർ ലീക്ക് ആയിട്ടുണ്ട്. അറൌണ്ട് ലൈക്ക് മോർ ദാൻ 100 പേപ്പേഴ്സ്. അപ്പം അതിനെതിർത്തൊക്കെ നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, എഡ്യൂക്കേഷൻ നടക്കുന്ന എല്ലാത്തിനെയും പറ്റി പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ജെന്യൂൻ ആയിട്ടുള്ള പ്രൊട്ടസ്റ്റ് ആയിരുന്നു. പക്ഷേ വി കുഡ് നെവർ അട്രാക്ട് ദിസ് ക്രൗഡ്. അപ്പം നമ്മൾക്ക് വി ഓൾവേസ് വാണ്ടഡ് അവർ മെസ്സേജ് ടു റീച്ച് ദിസ് ക്രൗഡ്. പക്ഷെ നമ്മൾക്ക് ഈ ക്രൗഡ് കിട്ടിയില്ല. പക്ഷെ ഫൈനലി വെൻ ദിസ് ക്രൗഡ് ഈസ് കമ്മിങ് വി ഹാവ് ടു ബി ദർ. ഇതേ ഇഷ്യൂസിന്, എഡ്യൂക്കേഷന്റെ ഇഷ്യൂസ് ആണെങ്കിലും എക്സാമിന്റെ ഇഷ്യൂസ് ആണെങ്കിലും, ഇപ്പോൾ NTA വന്നിട്ട് ഓൾമോസ്റ്റ് 100 പേപ്പേഴ്സ്, മോർ ദാൻ 100 പേപ്പേഴ്സ് ലീക്ക് ആയിട്ടുണ്ട്. അപ്പൊ ഇതിനെപ്പറ്റി നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്ത്, ഞാൻ തന്നെ ജന്തർ മന്ദറിൽ ഇങ്ങനത്തെ ഇഷ്യൂസ് ആയിട്ട് 3-4 ഇയേഴ്സ് ആയിട്ട് പോകുന്നുണ്ട്. 10 വർഷമായിട്ട് പ്രൊട്ടസ്റ്റ് നടത്തുന്നുണ്ട് ലെഫ്റ്റ് പാർട്ടീസിന്റെ. പക്ഷേ വി നെവർ ഗോട്ട് ദിസ് ക്രൗഡ്. പക്ഷെ വി ഓൾവേസ് വാണ്ടഡ് ദിസ് മെസ്സേജ് ടു റീച്ച് ദിസ് ക്രൗഡ്. അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ ഒരു ക്രൗഡ് നമുക്ക് കിട്ടുമ്പോൾ വി ഹാവ് ടു ബി ദർ. നമ്മള് പ്യൂരിറ്റനിസം പറഞ്ഞിട്ട് മാറി നിന്നത് കാര്യമില്ല. അപ്പൊ അങ്ങനത്തെ സ്ഥിതിയില് ഫസ്റ്റ് ഒരു 2-3 വീക്സ് കംപ്ലീറ്റ്ലി ഈ ക്രൗഡിനെ എൻഗേജ് ചെയ്തതും, ഈ പൊളിറ്റിക്കലി സ്ലോഗനറിങ് ആണെങ്കിലും അവിടെ സോങ്സ് ആണെങ്കിലും ക്രൗഡിനെ എത്തിപ്പിച്ചത് ഇവിടെ വന്ന സ്റ്റുഡന്റ് ഓർഗനൈസേഷൻസ്. കാരണം അവർക്ക് മാത്രമേ അതിലെ ട്രെയിനിങ് ഉണ്ടായിരുന്നുള്ളൂ. ഈ CJP എന്നൊരു ഗ്രൂപ്പ് വന്നപ്പം അവർക്ക് ഒരു ട്രെയിനിങ് ഇല്ലായിരുന്നു. കംപ്ലീറ്റ്ലി ദേ വർ ക്ലൂലെസ് ആക്ച്വലി. അതുകൊണ്ടാണ് ഇപ്പം മാനി നോക്കിയാല് പലതരം ലെഫ്റ്റ് സ്റ്റുഡൻസ് ആക്ച്വലി ഈ മൂവ്മെന്റ് കാരണം വളരെ പോപ്പുലർ ആയിട്ടുണ്ട്. ഒരു പോപ്പുലർ ഇമാജിനേഷൻ വന്നു കഴിഞ്ഞിട്ട്. എന്തുകൊണ്ട്? ലൈക്ക് ബിക്കോസ് ദേ ഹാഡ് ബെറ്റർ ആർട്ടിക്കുലേഷൻ. ദേ ന്യൂ ടു സ്പീക്ക് ബെറ്റർ. ആൻഡ് അവര് ഒരു 2-3 മിനിറ്റ് സംസാരിച്ചാല് അവർക്ക് ആ ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് മുന്നോട്ട് വയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. സോ അതാണ് ഇവിടെ നടന്നത്. ആക്ച്വലി ഇതൊരു മുഖത്തടിക്കുന്ന മറുപടിയാണ്. ആർക്കാണെന്നറിയോ? നമ്മുടെ നാട്ടിൽ ഈ അരാഷ്ട്രീയ ബുദ്ധിജീവികളുണ്ടല്ലോ, നമ്മൾ ഈ സമരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവരെ കണ്ടില്ലേ, മുദ്രാവാക്യം വിളി, തെരുവിലിറങ്ങി വളം വെക്കുക, സ്പീച്ചസ്, ഇങ്ങനെയുള്ള പ്രാകൃതമായിട്ട് രീതികളൊന്നും നമ്മൾ പോകാൻ പാടില്ല. നമ്മൾ ആധുനികമായ രീതികളിൽ സമരം ചെയ്യാനായിട്ട് ഇറങ്ങണം എന്ന് പറഞ്ഞ് ഇങ്ങനെ അവരുടെ ഈ ഐവറി ത്രോൺസിലിരുന്ന് ഈ ഡയലോഗ് അടിക്കുന്ന കുറെ അമ്മമാരുണ്ടല്ലോ, അവർക്കുള്ള ഏറ്റവും വലിയ മറുപടിയാണ്. ആക്ച്വലി നിങ്ങൾ പറഞ്ഞ കാര്യം, ഇതേ വിഷയത്തില് മൾട്ടിപ്പിൾ ടൈംസ് ഇതിനു മുമ്പും പ്രൊട്ടസ്റ്റുകൾ ഓർഗനൈസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു അനുഭവം ഉണ്ട്. ഇങ്ങനെ പലതവണ ശ്രമിച്ചാണ് ഏറ്റവും അവസാനം ഒരു സക്സസ്ഫുൾ പ്രൊട്ടസ്റ്റ് കിട്ടുന്നത്. ഇതിനു മുമ്പുള്ള ഈ അറ്റംപ്റ്റുകൾ ഇല്ലാതെന്നുണ്ടെങ്കിൽ ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ടാകത്തുമില്ല. അതാണ് ഇതിനകത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ലൈക്ക് അവർ കാണുന്ന വെച്ച് കഴിഞ്ഞാൽ ഏതോ ഇന്നോ ഒരു ദിവസം പെട്ടെന്ന് മാനത്തിൽ നിന്ന് പൊട്ടി വീണതാണ് ഇത്തരത്തിലുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രൊട്ടസ്റ്റുകൾ എന്നാണ് അവർ വിചാരിക്കുന്നത്. കാരണം ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത് സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രൊട്ടസ്റ്റുകൾ മാത്രമാണല്ലോ. അതിനു മുമ്പ് ഇതിലേക്ക് ലീഡപ്പ് ചെയ്ത പരാജയപ്പെട്ട ഒരുപാട് ശ്രമങ്ങളുണ്ടാവും. അതുവഴി കിട്ടിയിട്ടുള്ള അനുഭവങ്ങളുണ്ടാവും. അതുവഴി കിട്ടിയിട്ടുള്ള ട്രെയിനിങ്ങുകളുണ്ടാവും. ഈ പറയുന്ന മുദ്രാവാക്യം വിളിക്കുക, സ്പീച്ചസ് നടത്തുക, ഇതെല്ലാം ഒരു പ്രൊട്ടസ്റ്റിന്റെ ഏറ്റവും ഇന്റഗ്രൽ ആയിട്ടുള്ള ഭാഗങ്ങളാണ്. പലരും ഈ സോഷ്യൽ മീഡിയയിലൂടെ നോക്കി കാണുമ്പോഴാണ് ഇമാരൊക്കെ എന്തിനാണ് ഈ കാണുന്ന ബളം വെക്കുന്നതെന്ന് തോന്നുന്നത്. പക്ഷെ അത്തരം ഒരു പരിപാടികൾ ഇല്ലാന്നുണ്ടെങ്കിൽ
ഒരു ക്രൗഡിനെ ഹോൾഡ് ചെയ്യാനും അവരെ ഡ്രൈവ് ചെയ്യാനും അവരെ ഓർഗനൈസ് ചെയ്യാനും ബോധവൽക്കരിക്കാനും കഴിയില്ല എന്നുള്ള അതിനകത്ത് പോയിന്റ്. സ്ലോഗൻസ് മുദ്രാവാക്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കളിയാക്കി സോഷ്യൽ മീഡിയ ഇടുന്ന സാധനങ്ങളാണ്. വിവരമില്ലാത്തതുകൊണ്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതെനിക്ക് ഒന്നും കൂടി ആഡ് ചെയ്യാനുള്ളത്, നമ്മൾ ഇപ്പം ഒരു പ്രൊട്ടസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഫോർ എക്സാമ്പിൾ നമുക്കറിയായിരുന്നു ഇങ്ങനെ ക്രൗഡ് വരുമെന്ന്, പക്ഷേ ഫ്രം അവർ സൈഡ് നമ്മൾക്ക് മൊബിലൈസേഷൻ എന്ന് പറഞ്ഞത് ഒരു ഓർഗനൈസേഷൻ ഒരു ഭാഗമാണല്ലോ. അപ്പം Yeah. ഞങ്ങള് ഒരു പാംഫ്ലെറ്റ് പ്രിന്റ് ചെയ്തത് കോക്രോച്ചസ് ഹു ആർ കോക്രോച്ചസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതില് നമ്മൾ വളരെ ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായല്ലോ, ലൈക്ക് ജനറൽ ക്രൗഡ് എങ്ങനെയാണ് നമ്മള് ലിബറൽ ഓഡിയൻസിന് നമ്മള് പോയ നേരത്തിന് അവരുടെ അടുത്തേക്ക് റാഡിക്കൽ ആയിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കിയിട്ട് നമ്മള് ഡൽഹിയില് പല ടൗൺസിൽ പോയി, പല വില്ലേജസിൽ പോയിട്ട് നമ്മൾ ക്യാമ്പയിനിങ് നടത്തി. മീൻസ് ഏതെങ്കിലും ഒരു ജംഗ്ഷനിൽ പോയി നിന്നിട്ട് നമ്മള് സ്ലോഗനിങ് ചെയ്യും, ആൾക്കാർ നമ്മുടെ അടുത്ത് വരും. അപ്പൊ നമ്മുടെ ഒരു റെപ്രസെന്റേറ്റീവ് അവിടെ സ്പീച്ച് കൊടുക്കും. അത് ലിറ്ററലി ഇത് പല സ്ഥലത്ത് നടന്നിട്ട് ആക്ച്വലി ഒരു സ്ഥലത്ത് ലൈക്ക് വി വർ ഓൾസോ കോർണേർഡ്. കാരണം നിങ്ങൾ ഇവിടെ എന്തിനാ വരുന്നത്, കാരണം അവിടെ കംപ്ലീറ്റ്ലി ഒരു BJP സെറ്റപ്പ് ആയിരുന്നേ. അപ്പൊ അവര് പുറകുന്ന് വന്ന് നമ്മുടെ കയ്യിലുള്ള ദഫ്ലി ഇല്ലേ, മ്യൂസിക് ഡഫ്ലി പിടിച്ചിട്ട് നിങ്ങൾക്ക് ചൈനയിൽ നിന്ന് ഫണ്ടിങ് ആണ് അതാണോ, ലൈക്ക് ലിറ്ററലി അവിടെ ഒരു വളരെ വലിയ കോൺഫെഡറേഷൻ ആയി, ഫിസിക്കൽ കോൺഫെഡറേഷന്റെ ലെവലിലെത്തി. നമ്മൾക്ക് അവിടെ നിന്ന് പോകേണ്ടി വന്നു, കാരണം ആ ഏരിയയിലെ ഫുൾ ഡൊമിനന്റ് ആയിട്ടുള്ള ഗൂൺസും ഡൊമിനന്റ് കാസ്റ്റ് ആൾക്കാരൊക്കെ വന്നിട്ട് അവരുടെ പൊളിറ്റിക്കൽ സ്പേസിൽ പുതിയൊരു പൊളിറ്റിക്കൽ എൻട്രന്റ് വന്നു. ദേ ആർ കമ്മിങ് ദേർ, ദേ ആർ ഡൂയിങ് സം പൊളിറ്റിക്കൽ എന്താ പ്രൊപ്പഗണ്ട. അപ്പൊ ദേ ഫെൽ ത്രെറ്റൻഡ്. അപ്പം അവര് ആക്ച്വലി അവരുടെ ആ സ്ട്രീറ്റിന്റെ എൻഡ് വരെ നമ്മളെ ഫോളോ ചെയ്ത് ദേ മേഡ് ഷുവർ ദാറ്റ് വി ലെഫ്റ്റ് ദാറ്റ് സ്പേസ്. അപ്പൊ നമുക്ക് ഇതിനു വേണ്ടി നമ്മൾ ഇങ്ങനെ മൊബിലൈസേഷൻ ഇത്രയും ഇതൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട്, ലൈക്ക് ചുമ്മാ പോകുന്നില്ല. അപ്പം ഇതിനെ പുറകില് ബിഫോർ കമ്മിങ് ദർ ആർ സോ മച്ച് വർക്ക്, ലൈക്ക് റൈറ്റ് പ്ലാനിങ് ഗോയിങ് ടു മൾട്ടിപ്പിൾ പ്ലേസസ്. നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ഇന്ത്യയില് രാജേന്ദ്ര നഗർ എന്ന്, ഇവിടെ ഓൾഡ് രാജേന്ദ്ര നഗർ എന്ന സ്പേസ് ഉണ്ട്. അവിടെ ഇതാണ് എല്ലാ UPSC കോച്ചിങ് സെന്റേഴ്സ് ആണ്. അവിടെ പോയി നമ്മള് ഇതേ സംഭവം ക്യാമ്പയിനിങ് നടത്തിയപ്പോ അവിടുത്തെ കുട്ടികള് അവിടുത്തെ ലൈക്ക് UPSC കോച്ചിങ് ലൈക്ക് ഇപ്പോഴത്തെ ടൈമില് വൺ ഓഫ് ദി മോസ്റ്റ് അപ്പോളിറ്റിക്കൽ ക്രൗഡ്സ്, അവര് പോലും വേറെ പ്രൊട്ടസ്റ്റ് പ്ലാൻ ചെയ്യായിരുന്നു, കാരണം അവരുടെ എക്സാംസിൽ ഈ പ്രാവശ്യം വളരെ പ്രോബ്ലംസ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവര് പോലും മേ ബി ഇൻ സം അതർ ടൈം അവര് നമ്മളെ വളരെ നെഗറ്റീവായിട്ട് നമ്മളെ നോക്കിയത്. പക്ഷെ ഈ സമയം ബിക്കോസ് ദേ വർ അഫക്റ്റഡ്, അവർ നമ്മളെ പോസിറ്റീവായിട്ടാണ് നോക്കിയത്. അപ്പം നമ്മള് ഒരു പ്രൊട്ടസ്റ്റ് വരുന്നതിന് മുമ്പേ ഓർഗനൈസിംഗ് ഉണ്ട്, ക്യാമ്പയിനിങ് ഉണ്ട്. അതൊക്കെ നടത്തി കഴിഞ്ഞാൽ മാത്രമേ ഒരു പ്രൊട്ടസ്റ്റ് സക്സസ്ഫുൾ ആവൂ. അല്ലെ ചുമ്മാ ഇങ്ങനെ ഔട്ട് ഓഫ് തിൻ എയർ ഒന്നും നടക്കത്തില്ല. അല്ല, ഈ ജനാധിപത്യ രീതിയിൽ മാത്രം പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ഈ KSU പോലുള്ള സംഘടനകളൊക്കെ ഇല്ലേ, അവരൊക്കെ ഇതിനകത്ത് കോൺഗ്രസിന്റെ ഒരു വേർഷൻ എന്ന് വെച്ചാൽ, കോൺഗ്രസ് ഐ തിങ്ക് റൈറ്റ് നൗ ദേ സെയിങ് ഈ ഒരു സ്പേസിൽ അവരുടെ സ്പേസ് ഉണ്ടാക്കാൻ നോക്കുകയാണ്. കോൺഗ്രസ് NSU അവരും നേഷൻ വൈഡ് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ലൈക്ക് സം മീറ്റപ്സ്, രാഹുൽ ഗാന്ധിയുടെ മീറ്റപ്സ് കണ്ടില്ല റീസെന്റ്. അപ്പം അവര് ദേ ആർ സീയിങ് CJP ആസ് ഈറ്റിംഗ് അപ്പ് ദെയർ സ്പേസ്, അങ്ങനെയാണ് അവർ കാണുന്നത്. അപ്പം പക്ഷെ നമ്മളെ കാണുന്നത് അവിടെ ഒരു ക്രൗഡ് വരുന്നുണ്ട്, അപ്പം വി ഷുഡ് എൻഗേജ് വിത്ത് ദം, അവരങ്ങനെ വിടാൻ പാടില്ല. ലൈക്ക് നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പം CJP തുടങ്ങിയത് ധർമ്മേന്ദ്ര പ്രധാൻ റെസിഗ്നേഷൻ എന്നാണ്. പക്ഷെ നമ്മൾ അവിടെ പോയി പറയുന്നത് അത് മാത്രമേ, നമ്മൾ അവിടെ പോയി പറയുന്നത് NTA, സ്ക്രാപ്പിംഗ് NTA, പ്രൈവറ്റൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ. ഫോർ എക്സാമ്പിൾ NTA എന്ന ഓർഗനൈസേഷൻ ഇന്ത്യ മൊത്തം എക്സാം കണ്ടക്ട് ചെയ്യാൻ അവരുടെ അടുത്ത് ആകെയുള്ള പെർമനന്റ് എംപ്ലോയീസ് എത്ര, 24. അവരങ്ങനെ നോക്കുന്നത്. അപ്പൊ നമ്മള് ഇതിനൊരു ഫെർട്ടിലായിട്ട് കാണുന്നത്. സോ അതുകൊണ്ടാണ് ഐ തിങ്ക് അവിടെയുള്ള എല്ലാ ലെഫ്റ്റ് ഓർഗനൈസേഷൻസും ഇതേ ഒരു പെർസ്പെക്റ്റീവിലാണ് വരുന്നത്. ലൈക്ക് നമുക്ക് ഇതിനെ കുറച്ചുകൂടി ഷാർപ്പൺ ആക്കണം. വാട്ട് എവർ സ്പേസ് വി ഹാവ്, നമ്മള് അവിടെ വരുന്ന എല്ലാരെയും ലൈക്ക് ലിറ്ററലി പല ലെഫ്റ്റ് ഓർഗനൈസേഷൻസും അവിടെ സ്റ്റുഡന്റ് ലൈബ്രറി വെച്ചിട്ടുണ്ട്. അവിടെ വരുന്നവർക്ക് ബുക്ക് എടുത്ത് വായിക്കാം. അതിൽ RSSനെതിരെയുള്ള ബുക്ക് ഉണ്ട്, അതില് എന്താ ഗവൺമെന്റിനെ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ബുക്ക് ഉണ്ട്, നിയോർലി പ്രസിനെ പറ്റിയുള്ള ബുക്സ് ഉണ്ട്. അപ്പം ഇൻ ദീസ് വേ ലൈക്ക് ദിസ് ഈസ് ഓൾസോ എ സ്പേസ് ഫോർ പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ. ഞാൻ ചോദിച്ചത്
ഇപ്പൊ KSU പോലുള്ള സംഘടന ഉണ്ടല്ലോ. ഇപ്പൊ നിലവിലെ ഈ ഇന്ത്യയിലെ ഒപ്പോസിഷൻ, സോക്കോൾഡ് ഒപ്പോസിഷൻ കോൺഗ്രസ് ആണല്ലോ. ഇപ്പൊ ഈ പറഞ്ഞ ഇവരുടെ ജനാധിപത്യപരമായി ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഇപ്പൊ അറ്റ്ലീസ്റ്റ് നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ്. നമ്മൾ ഇങ്ങനെ ഈ കമ്മ്യൂണിസ്റ്റുകാരെ പോലെ തെരുവിലിറങ്ങി ബുദ്ധിമുട്ടുണ്ടാക്കുക, ആൾക്കാരെ ബഹളം വെച്ച് ശല്യപ്പെടുത്തുക, ട്രെയിൻ അടിച്ചു പൊട്ടിക്കുക, അങ്ങനെയുള്ള പരിപാടി ഒന്നും ചെയ്യാൻ അങ്ങനെ ജനാധിപത്യപരമായാണ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്തതെന്നാണ് പറയുന്നത്. എനിക്കൊന്ന് ആകപ്പാടെ അമ്മ ഒരു വയലൻസ് കാണിച്ചത് VD സതീശനാണോ രമേശ് ചെന്നിത്തലയാണോ മുഖ്യമന്ത്രി ആവുന്നത് എന്ന് പറഞ്ഞ വിഷയത്തിൽ മാത്രമാണ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത്. അല്ലാതെ അവര് പറയുന്നത് ഏകദേശം ശരിയൊക്കെ തന്നെയാണ്. അവരങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാക്കാറില്ല. അപ്പം അവരുടെ ഒരു ഇടപെടൽ, അവരാണ് ഒപ്പോസിഷൻ, അവരുടെ ഇടപെടൽ എന്തായിരുന്നു ഈ ഒരു പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായിട്ട്? അവരെന്തെങ്കിലും ഇൻവോൾവ് ആവാൻ ശ്രമിക്കുന്നുണ്ടോ എന്നാണ് ഞാൻ അറിയാൻ ഇല്ല, ആഗ്രഹിച്ചത്. എന്റെ ഒരു അറിവിൽ ഇതുവരെ ഇല്ല. ലൈക്ക് ഞാൻ പറഞ്ഞില്ല, അവർ ഇതിനൊരു ഈറ്റിംഗ് അപ്പ് അവരുടെ ഒരു വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ട് തിങ്കിങ് ഉണ്ട്. ഉം. ദേ ആർ തിങ്കിങ് ദാറ്റ് ബിക്കോസ് യു ആർ ആന്റി BJP, നമ്മൾ പണിയെടുത്തില്ലെങ്കിലും നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് വരുമെന്ന്. ഓക്കെ. മനസ്സിലായോ? യു ഡോണ്ട് ഹാവ് ഓക്കെ. എനി അതർ ഓപ്ഷൻ. സോ നമ്മൾക്ക് പണിയെടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആന്റി BJP ആവുമ്പോൾ എന്തായാലും ഇങ്ങോട്ട് വരുമെന്ന്. ബിക്കോസ് വി ആർ പ്രൈമറി ഓപ്പോസിഷൻ. ഓക്കെ. പക്ഷേ ലൈക്ക് ഹൗ മച്ച് എഫക്റ്റീവ് ഇസ് ഇറ്റ്? ഓക്കെ, അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ അടുത്ത് വരും. പക്ഷെ വരുന്നതിന് മുമ്പേ നിങ്ങളുടെ സൈഡിൽ നിന്ന് പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഇതിനു വേണ്ടി എന്താ ചെയ്യുന്നത്? ലൈക്ക് ഹൗ ടു നിങ്ങൾ ആ പ്രോസസ് എസ്കലേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്യാറുള്ളത്? യു ആർ ജസ്റ്റ് പ്ലേയിങ് ദി വെയിറ്റിംഗ് ഗെയിം. അതും യു ആർ ടേക്കിംഗ് ദിസ് ഈ ഒരു സെക്ഷൻ യു ആർ ടേക്കിംഗ് ഫോർ ഗ്രാൻഡഡ്. അതാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് ഐ തിങ്ക് ദേ ആർ നോട്ട് ഡൂയിങ് എനിത്തിങ് റൈറ്റ് നൗ. അവരുടെ കോൾ ഉണ്ട്, നെക്സ്റ്റ് മന്ത് കോൾ ഉണ്ട്. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ടേൺസ് ഔട്ട്. അല്ല, ഇതൊരു ഭയങ്കര വലിയ കോമഡി അല്ലേ? അതായത് അവരുടെ തന്നെ അഭിപ്രായത്തിൽ ഇന്ത്യയിൽ എവിടെയും ഇല്ലാത്ത ഇടതുപക്ഷ സംഘടനകളാണ് ഈ പ്രൊട്ടസ്റ്റുകൾ, ഒപ്പോസിഷന്റെ പണിയെടുക്കുന്നവരാണ്. അതിന്റെ ഗുണം ഞങ്ങൾ വേണം പറ്റിക്കോളാന്നാണ് അവർ പറയുന്നത്. ഒപ്പോസിഷന്റെ പണി ഈ പറഞ്ഞ ലെഫ്റ്റ് സംഘടനകളും പാർട്ടികളും ഒക്കെ എടുത്തോളൂ, ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോളാം. പിന്നെ അത് കഴിഞ്ഞ് അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ ഞങ്ങൾ പിന്നെ വന്നോളാം അവർ വിചാരിക്കുന്നത്. പിന്നെ വേറെന്ന് വെച്ചാൽ ഇപ്പം നമുക്കിപ്പം CJP ഇനി എങ്ങോട്ട് പോകുന്നു നമുക്കും ഒരു ഐഡിയ ഇല്ല. നമുക്ക് അതിനെപ്പറ്റി തിങ്കേണ്ട ആവശ്യമില്ല. അപ്പം നിങ്ങളുടെ ഇഫ് യുവർ ആർഗ്യുമെന്റ് ഇസ് ദാറ്റ് അവര് ഇറ്റ് വിൽ ലേറ്റർ ഡാമേജ് ഇന്ത്യ അലയൻസ്, നിങ്ങൾ എന്ത് വൈ ആർ യു നോട്ട് ട്രൈങ് ടു അപ്രോപ്രിയേറ്റ് ദിസ് നോ? നിങ്ങൾ ഈ ഒരു മൂവ്മെന്റ് എന്താ സീസ് ചെയ്യാൻ നോക്കാത്തതെന്ന്? എക്സാക്ട്ലി. അപ്പം നിങ്ങൾക്ക് ഇപ്പം എഫേർട്ട് ഉണ്ട്. യു ആർ സെയിങ് നിങ്ങൾ അടുത്ത മാസം നിങ്ങൾ ദില്ലി ചെല്ലുന്ന പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് ബാക്കി ലെഫ്റ്റ് ഓർഗനൈസേഷൻ ദേ ആർ ലൈക്ക് നമുക്ക് വി ഡോണ്ട് ഹാവ് ടു വെയിറ്റ് അണ്ടിൽ ദാറ്റ്. നമ്മൾ അത്രയും വെയിറ്റ് എന്തിനാ? അത്രയും കാലം ഇഫ് യു ഹാവ് ഡൗട്ട്സ് ഓവർ ദിസ് ഓർഗനൈസേഷൻ, ഈ ഒരു ഗ്രൂപ്പില് നിങ്ങൾ ഇത്രയും ക്രൗഡിനെ വൈ ആർ യു ലെറ്റിംഗ് ഗോ ഓഫ് ദം ടു ദിസ് ഓർഗനൈസേഷൻ? ആ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അപ്പൊ നമ്മളുടെ സൈഡിൽ നിന്ന് ഇല്ല. ലൈക്ക് വി കാൻ പ്ലേ ദാറ്റ് ഗെയിം. ക്രൗഡ് ഉള്ളപ്പോ നമ്മൾ അങ്ങോട്ട് പോകണം. എനിക്ക് തോന്നുന്നു ഈ മൂവ്മെന്റിനെ ഒരു ത്രെട്ടായി കണ്ടുള്ള അതിനെ കില്ല് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങളും ഈ പല കോൺഗ്രസ് ടീംസ് ചെയ്യാൻ നോക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഈ പറഞ്ഞത് ആന്റി നാഷണൽ ആണ് എന്നൊക്കെ ഒരു പ്രതീതി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു ശ്രമം നടത്താറുണ്ടെന്നാണ് ഞാൻ കണ്ടത്. അങ്ങനെയാണ് കേട്ടോ. അതുണ്ട്, അത് പല സെക്ഷൻസ് ഉണ്ട്. ലൈക്ക് BJP ഒബ്വിയസ്ലി. പിന്നെ എനിക്ക് ഒരു ഫ്രണ്ട് അയച്ചത് അരുന്ധതി റോയ് നമ്മളുടെ ലൈക്ക് ലെഫ്റ്റ് ലൈക്ക് സ്റ്റുഡൻസിന്റെ 10th മാത്രമാണ്. പുള്ളിക്കാരി മേലെ പോയിട്ടില്ല. അപ്പൊ ആ പിക്ചർ വൈറലാക്കിയിട്ട് ഇത് ലെഫ്റ്റിസ്റ്റ് കോൺസ്പിറസി ആണ് അങ്ങനത്തെ ഒരു ത്രെഡ് ഇറക്കിയായിരുന്നു. BJP ആണോ? BJP ഇറക്കിയിട്ടുണ്ട്. ഇതും ഇങ്ങനെ കോൺഗ്രസ് ഹാൻഡിൽസ് ഇറക്കിയിട്ടുണ്ട്. അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഞാൻ ആ സാധനം കണ്ടു. അതാണ് എനിക്ക് കൺഫ്യൂസിംഗ് ആയി തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവന്മാര് കോൺഗ്രസ് അനുഭാവമായിട്ട് നിൽക്കുന്ന ആൾക്കാര് എന്തിനാണ് ഈ പണി എടുക്കുന്നത്? കാരണം ഒരു ഒപ്പോസിഷനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കറണ്ട് ആയിട്ട് നിൽക്കുന്ന എത്ര വിഷയങ്ങളാണ് അവരുടെ മുമ്പിലുള്ളത്. അതിനകത്തൊന്നും ഇവർ ഇടപെടുന്നില്ല. ഇതൊന്നും നമ്മൾ ഇടപെടേണ്ട വിഷയമല്ല എന്ന് പറഞ്ഞാണ് അവർ നിൽക്കുന്നത്. എന്നാൽ ആ പണി എടുക്കുന്ന ആൾക്കാരെ അത് മര്യാദയ്ക്ക് ചെയ്യാനായിട്ട് സമ്മതിക്കുകയും ചെയ്യുന്നില്ല എന്നുള്ളൊരു അവസ്ഥയാണ്. എനിവേസ്, ഇതില് കമ്മിങ് ടു ദ ഡീപ്പർ പോയിന്റ്, അതായത് ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ അവിടെ നടന്നിട്ടും ഇതൊന്നും മീഡിയ കവർ ചെയ്യുന്നില്ല. വൈ ഇസ് ദാറ്റ്? ഇപ്പം ആദ്യമേ ഞാൻ നോക്കിയപ്പോൾ ഇത് ഈ CJP ഇങ്ങനെ ജന്തർ മന്തറിൽ ആൾക്കാർ കൂടുന്നുണ്ടെന്ന് കണ്ടപ്പോൾ കുറെ മീഡിയ ഒക്കെ വന്നിട്ട് വിശേഷം ചോദിച്ചിട്ട് പോയായിരുന്നു. അറ്റ്ലീസ്റ്റ് നമ്മുടെ കേരളത്തിലെ മീഡിയ. അതിനകത്ത് ഗോതി മീഡിയ ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. മേ ബി ഞാൻ കണ്ടത് കേരളത്തിലെ ഈ റിപ്പോർട്ടർ പോലുള്ള ചാനലുകളാണ്. നിങ്ങൾ എന്താണ് ഇവിടെ പാറ്റകൾ എന്തിനാണ് ഇവിടെ വന്നേക്കുന്നത്? അതായത് ആ മീമിന്റെ ഒരു സറ്റീറിക്കൽ ഒരു സ്വഭാവം കഴിഞ്ഞപ്പോഴേക്കും അവർ പോയി.
So what is happening? Why is the media of our nation ignoring the protest? ഇല്ല, അതിപ്പം ലൈക്ക് ഇറ്റ്സ് ഒബ്വിയസ് റൈറ്റ്. കാരണം ലൈക്ക് ലിറ്ററലി നമ്മുടെ ഓണർഷിപ്പ്, മീഡിയ ഓണർഷിപ്പ് എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് ക്ലിയർ അല്ലേ എന്തുകൊണ്ടാണ് കവർ ചെയ്യാത്തതെന്ന്. അവരെന്ത് കവർ ചെയ്യുന്നു, എന്ത് കവർ ചെയ്യുന്നില്ല എന്ന് ലൈക്ക് ഇറ്റ്സ് ഒബ്വിയസ്. നമ്മളിപ്പം BJP സ്റ്റേറ്റ്സിലെ കവറേജും നോൺ BJP സ്റ്റേറ്റ്സിലെ കവറേജും അതെടുത്ത് നോക്കി ക്ലിയർ അല്ലേ. ലൈക്ക് മീഡിയ ലൈക്ക് പിന്നെ വന്നത് ജന്തർ മന്ദറിൽ വന്നത് ലിറ്ററലി ഈ ഒരു പുതിയൊരു സെറ്റ് ഓഫ് ക്രോപ്പ് ഓഫ് മീഡിയ ഉണ്ട്. ഈ റൈറ്റ് വിങ്ങിനെ കാറ്റർ ചെയ്യുന്ന ഒരു യൂട്യൂബേഴ്സ് അവര് വന്നു. ആൻഡ് ദേ ഓൾസോ ലൈക്ക് അവരുടെ മാർക്കറ്റിന് എന്താന്ന് വെച്ചാല് ആൾക്കാരെ ട്രിഗർ ചെയ്യും. ട്രിഗർ ചെയ്തിട്ട് കണ്ടന്റ് ഉണ്ടാക്കും. ലൈക്ക് ബേസിക്കലി വളരെ വൾഗറായിട്ട് ഹിന്ദുത്വ ഓഡിയൻസിനെ കാറ്റർ ചെയ്യാൻ വേണ്ടി അവര് മാത്രം വന്നു. സോ ബേസിക്കലി ഈ മെയിൻ സ്ട്രീം ഗോദി മീഡിയയുടെ അബ്സെൻസ് അവരാണ് റീപ്ലേസ് ചെയ്തത്. അവരൊക്കെ അവിടെ ഓടിച്ചില്ലേ ഈ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വന്ന പിള്ളേരെ അവിടെ ഓടിച്ചിട്ടുണ്ട്. ये देखिए, ये है गोदी मीडिया जो कि राइट विंग के पत्रकार रहे। ये लगातार जो है एजेंडा चलाते हैं, इनको पुलिस जो है खदेड़ करके बाहर ले जा रही है। ये लोग एजेंडा, आप देख लीजिए ये अच्छे से, ये एजेंडा चलाती है, हमेशा करके माइक घुसेड़ती है। അവര് വന്നാൽ തന്നെ ഗോദി മീഡിയ വന്നിട്ട് ഒരു 50 പേര് ഇങ്ങനെ അവരെ ലൈക്ക് കവർ ചെയ്യും. പിന്നെ അവർക്ക് ദേ ഹാവ് നോ അതർ ചോയ്സ്. അങ്ങനെ പിന്നെ ലേറ്റർ വാട്ട് ഹാപ്പൻഡ് വാസ് ഇവരുടെ മറ്റേ മൈക്കില് നെയിം ഉണ്ടാവുമല്ലോ ലൈക്ക് മീഡിയയുടെ കവർ, അത് ഊരിയിട്ട് വരാൻ തുടങ്ങി. ഓക്കെ, ആ ലെവലിലോട്ട് ജീവിക്കാൻ വേണ്ടി എന്താ കാണിക്കണല്ലേ. Yeah, I mean, it's sad, man. It's sad, the state of our nation. ഇന്ന് പോലെ ഇന്ന് തിക്കനെ മറ്റേ ഇൻകറിനില്ലേ ഒരു സ്ത്രീ, Yeah. പുള്ളിക്കാരി എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി ലൈക്ക് പുള്ളിക്കാരിയുടെ ലൈക്ക് ലീവിങ് ലൈഫ് സ്റ്റൈൽ തന്നെ ഇതാണ് കേട്ടോ. ലൈക്ക് ലിറ്ററലി ഞാൻ പറഞ്ഞത് നമ്മള് ഉനാവ് റേപ്പ് വിക്ടിമിന് വേണ്ടി ഞങ്ങൾ ഒരു പ്രൊട്ടസ്റ്റ് ഓർഗനൈസ് ചെയ്തത്, വളരെ സക്സസ്ഫുൾ പ്രൊട്ടസ്റ്റ് ഇല്ലേ. വിത്തൗട്ട് ഡൽഹി പോലീസ് പെർമിഷൻ ഷീ കെയിം ദർ. മനസ്സിലായോ? ഞങ്ങൾ അങ്ങനെ അകത്ത് കയറ്റി ലൈക്ക് ലോട്ട് ഓഫ് പീപ്പിൾ. അപ്പം അന്ന് കുൽദീപ് സിംഗ് സെംഗറിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത് പ്രൊട്ടസ്റ്റ് ചെയ്ത ആളാണ് ഈ സ്ത്രീ. Okay. ഒരു റേപ്പിസ്റ്റിന് വേണ്ടി ഒറ്റ വൺ വുമൺ പ്രൊട്ടസ്റ്റ് നടത്തിയ ആളാണ് ഈ സ്ത്രീ. Okay. അത് പുള്ളിക്കാരിയുടെ ക്രൗഡ് ഇതാണ്. മറ്റേ ഈ ഹിന്ദു മെൻസ് റൈറ്റ് ആക്ടിവിസ്റ്റ്, ഹിന്ദുത്വ മെൻ. ഡൽഹിയിൽ ഒരു ആരിഫ് ഹുസൈൻ ആണ് പുള്ളിക്കാരി. അപ്പൊ അതന്നെ ഡൽഹിയിൽ ആരിഫ് ഹുസൈൻ. അതന്നെ ആരിഫ് ഹുസൈൻ എങ്ങനെയാണോ ഈ സയനിസ്റ്റുകളെ കാറ്റർ ചെയ്യുക, അതേപോലെയാണ് ഈ പുള്ളിക്കാരി സംഖ്യകൾക്ക് കാറ്റർ ചെയ്യുന്നത്. അത് ശരി. ഓക്കെ. അപ്പൊ പുള്ളിക്കാരി മറ്റേ മതവിമർശനമൊക്കെ ആയിട്ട് ഇറങ്ങുന്ന ടീമാണോ അതോ അല്ലല്ല, പുള്ളിക്കാരി ഈ സ്ത്രീകളെ വിമർശിക്കുന്ന ആളാണ്. ലൈക്ക് എന്താ പറയാ, സ്ത്രീകളെല്ലാരും ഫേക്ക് കേസസ് ഫയൽ ചെയ്യുന്നവരാണ്, നമ്മളുടെ അനിയന്മാരും ചേട്ടന്മാരും ഒക്കെ പാവങ്ങളാണ്, എല്ലാ കുറ്റവും സ്ത്രീകളാണ്. ആ ഒരു ഇൻസൽ ആൾക്കാരെ ക്യാപ്ചർ ചെയ്യാൻ നോക്കുന്ന ഒരു ഇൻസൽ ക്രൗഡിനെ എന്റർടൈൻ ചെയ്യാൻ നോക്കുന്ന ഇൻസൽ പ്ലസ് ഈ റൈറ്റ് വിങ് പോപ്പുലിസം, ഈ ഹിന്ദുത്വം അങ്ങനെയാണല്ലോ. ലൈക്ക് ഇപ്പൊ ഈ ഒരു CJP പ്രൊട്ടസ്റ്റ് തുടങ്ങിയ സമയത്ത് അതില് ഒരുപാട് സ്പ്ലിറ്റ് ഒപ്പീനിയൻസ് ഉണ്ടായിരുന്നു ഇടതുപക്ഷത്തിന്റെ ഇടയിൽ തന്നെ. അതായത് ഒരുപാട് ഈ അൾട്രാ ലെഫ്റ്റ് ഒരു ചായ്വുള്ള ഈ ഇടതുപക്ഷക്കാരെല്ലാം വന്ന് പറഞ്ഞത്, നോക്കൂ ഈ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഒരു റിയാക്ഷണറി മൂവ്മെന്റ് ആണ്. അതായത് ഇപ്പം എന്താണ് ഈ സോഷ്യൽ മീഡിയയില് ഇങ്ങനെ ഒരു ക്ലിപ്പ്, ഒരു ജഡ്ജ് പറഞ്ഞ ക്ലിപ്പ് വൈറലായി, അതിന്റെ ഭാഗമായി സോഷ്യൽ മീഡിയയിൽ പിള്ളേർ ഉണ്ടാക്കിയെടുത്ത ഒരു മൂവ്മെന്റ് ആണ്. അതിന് കൃത്യമായിട്ടൊരു രാഷ്ട്രീയ ഒബ്ജക്റ്റീവോ ഒരു പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ്സോ ഉള്ള ഒരു മൂവ്മെന്റ് അല്ല ഇത്. ഒരു ഇടതുപക്ഷ മൂവ്മെന്റ് അല്ലേ ഇത് ബേസിക്കലി, മനസ്സിലായില്ലേ? ഒരു കൃത്യമായിട്ടൊരു ഐഡിയോളജി പൊളിറ്റിക്സ് വെച്ചിട്ടുള്ള ഒരു മൂവ്മെന്റ്, ഒരു മീം രൂപത്തിൽ, ഒരു സറ്റീറിക്കൽ രൂപത്തിൽ ഉണ്ടായി വന്ന ഒരു മൂവ്മെന്റ് ആണിത്. അപ്പൊ ഇതിനെ നമ്മൾ ഇടതുപക്ഷക്കാർ അനുകൂലിക്കേണ്ട കാര്യമുണ്ടോ? നമുക്ക് ഇടതുപക്ഷ മൂവ്മെന്റുകളെ അല്ലേ നമ്മൾ അനുകൂലിക്കേണ്ടത്. ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ മൂവ്മെന്റുകളെ നമ്മൾ യഥാർത്ഥ ഇടതുപക്ഷക്കാര് അനുകൂലിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് അവർ ഉന്നയിച്ച കാര്യം. അപ്പൊ തന്നെ എനിക്ക് അതിനോടൊരു യോജിപ്പില്ലായിരുന്നു. കാര്യം അതൊരു ഐഡിയലിസ്റ്റ് രീതിയായിട്ട് എനിക്ക് തോന്നിയത്. മനസ്സിലായത്? നമ്മുടെ മനസ്സിലൊരു സങ്കല്പമുണ്ട്, ഇടതുപക്ഷ മൂവ്മെന്റ് എന്ന് പറഞ്ഞൊരു സങ്കല്പമുണ്ട്. അപ്പൊ ആ സങ്കല്പത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കാൻ, അങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ടാവാനായിട്ട് കാത്തിരിക്കാൻ, റാദർ ദാൻ സീസിങ് ദ മൊമെന്റ്. നമ്മുടെ മുമ്പിലുള്ള സാഹചര്യങ്ങൾ മനസ്സിലാക്കി ആ അവസരങ്ങൾ കണ്ടെത്തി അവിടെ ഇടപെടുക എന്നുള്ളതാണ് ഒരു ഇടതുപക്ഷ രീതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് എങ്ങനെയാണ് നിങ്ങളിപ്പോ ഇടതുപക്ഷ സംഘടനയാണോ, നിങ്ങൾ എങ്ങനെയാണ് അതിനെ കണ്ടതെന്ന് പറയാമോ? ഞാൻ പറഞ്ഞത് ഇപ്പം ഓക്കെ, നിങ്ങള്
പാർട്ടിയുടെ കൂടെ ജോയിൻ ഒന്നും ആവശ്യമില്ല, CJP എന്ന പാർട്ടിയുടെ കൂടെ. ലൈക്ക് അതെ, പക്ഷെ ഇവിടെ ഒരു മൂവ്മെന്റ് ഉണ്ടല്ലോ, ലൈക്ക് ദി കോക്രോച്ച് മൂവ്മെന്റ്. അവിടെ ആൾക്കാർ എക്സാക്ട്ലി. വരുന്നു, പലതരം ആൾക്കാർ അവിടെ വരുന്ന ആൾക്കാർ. ഫോർ എക്സാമ്പിൾ, എല്ലാവരും ലെഫ്റ്റ് വിങ് അല്ല, ലിബറൽ പോലും അല്ല, സെന്റർ റൈറ്റ് ആയിട്ടുള്ള ആൾക്കാർ വരുന്നുണ്ട്. BJPയുടെ കോർ വോട്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ പലതരം ആൾക്കാർ വരുന്നുണ്ട്. അപ്പം നമ്മള് ഓക്കെ, CJP യു ആർ വെരി ക്രിട്ടിക്കൽ. എനിക്കും ലൈക്ക് വി ഡോണ്ട് നോ. CJP നമ്മൾ വളരെ ക്രിട്ടിക്കലാണ്, നമ്മൾ വളരെ കെയർഫുൾ ആണ് നോക്കുന്നത്. പക്ഷെ അതേസമയം ആ സ്പേസിൽ ഒരു സംഭവം, സംതിങ് ഹാപ്പനിങ് ഇൻ ദാറ്റ് സ്പേസ്. അപ്പം നമ്മളുടെ ഒരു ഇന്റർവെൻഷൻ വേണമല്ലോ അവിടെ. Yeah. അല്ലെങ്കിൽ നിങ്ങള് കംപ്ലീറ്റ്ലി ആ ഒരു പ്ലെയറിനെ, നിങ്ങൾ ക്രിട്ടിക്ക് ചെയ്യുന്ന പ്ലെയറിനെ ഇത്രയും ക്രൗഡിനെ ഗിഫ്റ്റ് ചെയ്യുന്നുണ്ട്. Yeah. ആൻഡ് അവരെ സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് പോയാൽ യു വിൽ ലൂസ് ദിസ് ക്രൗഡ് ഫോർ എവർ. പിന്നെ നമ്മൾ ഒരു മൂവ്മെന്റിന് പോകുമ്പോഴും നമ്മളുടെ കൂടെ എല്ലാ പോയിന്റ്സിലും അഗ്രി ചെയ്യുന്ന ക്രൗഡിന്റെ കൂടെ പോയി മാത്രമേ നമ്മൾ നിൽക്കൂ എന്ന് പറയുന്നത് മണ്ടത്തരം. ലൈക്ക് ലിറ്ററലി മണ്ടത്തരം. ലൈക്ക് ഫോർ എക്സാമ്പിൾ, പലതരം ക്രിറ്റിസിസം വന്നു. ലൈക്ക് CJP ദലിത് ഇഷ്യൂസ്, മുസ്ലിം ഇഷ്യൂസ്, പലതരം ഇമ്പോർട്ടന്റ് ഇഷ്യൂസ്. ഇതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ലൈക്ക് അഭിജിത് ദീപ്കെ ഞാൻ ദലിതാണെന്ന് പറഞ്ഞു, സോ നിങ്ങൾ എന്നെ കാസ്റ്റിനെ പറ്റി ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഒരു ലിബറൽ ആയിട്ടുള്ള റൈറ്റ്. പക്ഷെ ദീപ്കെ അവിടെ വന്നിട്ട് ഈ ഒരു ഇഷ്യൂസ് ഒന്നും അഡ്രസ് ചെയ്തിട്ടില്ല. മുസ്ലിം ഇഷ്യൂസ്, മുസ്ലിം ഇഷ്യൂസും ദലിത് ഇഷ്യൂസും ആദിവാസി ഇഷ്യൂസും പിന്നെ വിജയ് ദഹിയ അവരുടെ ഒരു വളരെ ട്രാൻസ്ഫോബിക് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ഞങ്ങൾക്കും അറിയാം, അവിടെ പോകുന്ന ലെഫ്റ്റിസ്റ്റുകൾക്കും അറിയാം. അപ്പം ദർ ഇസ് നോ നീഡ് ടു ടേക്ക് മോറൽ ഹൈ ഗ്രൗണ്ട് ദാറ്റ് ഞങ്ങൾ പ്യൂർ ആയതുകൊണ്ടാണ് ഞങ്ങൾ പോവാത്തത്, ഞങ്ങൾ പ്രോപ്പർ മാർക്സിസ്റ്റ് ആണ്, അതുകൊണ്ട് ഞങ്ങൾ ഇവരുടെ കൂടെ ഇങ്ങനത്തെ റിവിഷനിസ്റ്റ്, ഇങ്ങനത്തെ ലിബറൽസിനോട് ജോയിൻ ചെയ്യത്തില്ല, നിങ്ങൾ ഒക്കെ റിവിഷനിസ്റ്റുകളാണ്, നിങ്ങൾ എന്തിനാ ഇങ്ങനത്തെ ആൾക്കാരോട് പോകുന്നതെന്ന്. നിങ്ങൾക്കുള്ള അതേ ഇടതുപക്ഷത്തുള്ള ആൾക്കാർ തന്നെ. അപ്പം നമ്മൾ പറഞ്ഞത് ലൈക്ക് ഓണസ്റ്റ്ലി, ലൈക്ക് ഇഫ് യു ആർ ഓർഗനൈസിങ്, നിങ്ങൾ ഒരു പ്രൊട്ടസ്റ്റിലെ ആൾക്കാരെ അകത്തോട്ട് കൊണ്ടുവരാണെങ്കിൽ, ലൈക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നീറ്റിന്റെ ഇഷ്യൂല് എല്ലാ സെക്ഷൻസും ആൾക്കാർ വരുമല്ലോ. ലൈക്ക് നീറ്റ് എക്സാം എഴുതുന്നത് ലെഫ്റ്റിസ്റ്റുകൾ മാത്രമല്ലല്ലോ. നീറ്റ് എക്സാം എക്സാംസ് എല്ലാവരും എഫക്ട് ആവും. അപ്പം ദ മോർ ക്രൗഡ് കംസ് ദ ബെറ്റർ. നമ്മളിപ്പോ അതില് ന്യൂആൻസസ് ഉണ്ട്, പലതും ഉണ്ട് കേട്ടോ. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വെൻ വി ക്യാൻ യൂസ് ദിസ് മൂവ്മെന്റ് ഫോർ സംതിങ് എൽസ്, ഡു വി ഹാവ് ദി എന്താ പറയുന്നത്, ദ പ്രിവിലേജ് ടു ടിക്ക് ഓൾ ദി ബോക്സസ്? അതൊരു ക്വസ്റ്റ്യൻ ആണ് അവിടെ. ദാറ്റ് ഇസ് ഓൾസോ ഡിബേറ്റബിൾ, പക്ഷെ ദാറ്റ് ഇസ് എ ബിഗ് ക്വസ്റ്റ്യൻ. പിന്നെ പലതരം ഇഷ്യൂസ് ഇത് പറയുന്നത് CJP അഡ്രസ് ചെയ്തില്ലെന്ന്. പക്ഷെ CJP അഡ്രസ് ചെയ്തിട്ടില്ല, പക്ഷെ അവിടെ പോയ ലെഫ്റ്റ് ഓർഗനൈസേഷൻസും പല ഓർഗനൈസേഷൻസും ഈ ഇഷ്യൂസ് ഒക്കെ അഡ്രസ് ചെയ്തിട്ടുണ്ട്. CJP ദീപ്കെ പറയുന്നില്ല, CJP പറയുന്നില്ല, വിജയ് ദഹിയ പറയുന്നില്ല, സൗരവ് ദാസ് പറയുന്നില്ല. പക്ഷെ ബാക്കിയുള്ളവര് എന്തൊക്കെ രീതിയിൽ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റുന്ന എല്ലാ രീതിയിലും ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ദാനിഷ് ജെന്യുടെ ജോയിന്റ് സെക്രട്ടറി, പുള്ളിക്കാരി ഈ ഒരു മൂവ്മെന്റിൽ വളരെ പ്രൊമിനന്റ് ആയിരുന്നു. 10 ദിവസം ഹങ്കർ സ്ട്രൈക്കിൽ കിടന്നു. ഷി വാസ് വെരി വോക്കൽ അബൌട്ട് ഉമർ ഖാലിദ്. ദാനിഷ് അവിടെ പോയി ഉമർ ഖാലിദിനെ പറ്റി പറഞ്ഞപ്പോൾ ലൈക്ക് അവിടെ പോയി എൻഗേജ് ചെയ്തു. ആ ഒരു ക്രൗഡിന്റെ അടുത്ത് എൻഗേജ് ചെയ്തു. ആ വീഡിയോയിലൂടെ പലതരം മാസ്റ്റേഴ്സിന്റെ അടുത്ത് എൻഗേജ് ചെയ്തു. അതേപോലെ JNUC പ്രസിഡന്റ് ആണെങ്കിലും എക്സ് പ്രസിഡന്റ് ആണെങ്കിലും എല്ലാവരും, ബാക്കിയുള്ള ഓർഗനൈസേഷൻസ് ആണെങ്കിലും എല്ലാവരും ഇതേപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. ദലിത് ഇഷ്യൂസിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്, മുസ്ലിം ഇഷ്യൂസിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ സ്ലോഗനറിങ് ചെയ്യുമ്പോൾ ആന്റി മുസ്ലിം BJP നെഹി ചലേഗ, അങ്ങനെ പലതരം വളരെ ബ്രോഡ് ടോപ്പിക്സ് അകത്തോട്ട് കൊണ്ടുവന്നിട്ട് സ്ലോഗനറിങ്, ഫോക്ക് സോങ്സ്, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ CJP ചെയ്യുന്നില്ല ഈസ് എ തിങ്. ക്രിറ്റിസിസം ഐ കൻ അണ്ടർസ്റ്റാൻഡ്. പക്ഷെ ആ പ്രൊട്ടസ്റ്റിൽ ഇത് നടക്കുന്നില്ല എന്ന് പറയുന്നത് യു ഹാവിൻ ബീൻ ദർ. അവിടെ ബാക്കിയുള്ളവർ ഇതിനൊക്കെ ഈ ബോക്സസിനോടൊക്കെ എൻഗേജ് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ കാണുന്ന ആ ഒരു പ്രൊമിനന്റ് ആയിട്ടുള്ള വാങ്ചുക്കും ഇവരും ഇത് പറയുന്നില്ല എന്ന് വെച്ചാൽ ഇല്ല. സോ ദാറ്റ് ഈസ് ദ ട്രൂത്ത്. പക്ഷെ ആ ഒരു സ്പേസിൽ ഇത് നടക്കുന്നുണ്ട്. ഇതിൽ എനിക്ക് മനസ്സിലായ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇങ്ങനൊരു വാദം വെക്കുന്ന ആൾക്കാരുടെ ഇത് ആർഗ്യുമെന്റ് എനിക്ക് ശരിയായിട്ട് തോന്നുന്നതിന്റെ കാര്യം വെച്ച് കഴിഞ്ഞാല്, ഇടതുപക്ഷ മൂവ്മെന്റ്, ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളില്ലാതെ ഇടതുപക്ഷ രാഷ്ട്രീയം ഇല്ല. മനസ്സിലായില്ലേ? ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ നയിക്കപ്പെടുന്നതാണ് ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അപ്പൊ ജനങ്ങളില്ലാതെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് യാതൊരു പ്രസക്തിയില്ല. മറ്റിപ്പം വലതുപക്ഷ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഈ പറയുന്ന ലിബറൽ കൊങ്ങി രാഷ്ട്രീയം, അല്ലെങ്കിൽ ഇപ്പോ BJPയുടെ ഹിന്ദുത്വ രാഷ്ട്രീയമൊക്കെ ആണെങ്കിൽ പണം ഉണ്ടെങ്കിൽ നടക്കും.
പണവും അധികാരവും ക്യാപിറ്റലും ഉണ്ടെങ്കിൽ ആ രാഷ്ട്രീയത്തിന് നിലനിൽക്കാൻ കഴിയും. പണം ഉപയോഗിച്ചുകൊണ്ട് ആൾക്കാരെ വാങ്ങിക്കാമല്ലോ. പണം ഉപയോഗിച്ചുകൊണ്ട് ആൾക്കാരെ ഐഡിയോളജിക്കലി മാനിപ്പുലേറ്റ് ചെയ്ത് ആൾക്കൂട്ടം ഉണ്ടാക്കാമല്ലോ. ഇതൊക്കെ സാധിക്കും, പണം ഉണ്ടെങ്കിൽ സാധിക്കും. പക്ഷെ ഇടതുപക്ഷത്തിന് അങ്ങനെ ഒരു സാധ്യതയില്ല. ഇടതുപക്ഷത്തിന്റെ സാധ്യത എന്ന് പറയുന്നത് ജനങ്ങളുമായി എൻഗേജ് ചെയ്ത് ജനങ്ങളെ പൊളിറ്റിക്കലി കോൺഷ്യസ് ആക്കി ഓർഗനൈസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളത് ഇടതുപക്ഷത്തിന് മുമ്പിലുള്ള ഓപ്ഷൻ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ജനങ്ങൾ നോക്കൂ, ജനങ്ങളുടെ ഇടയിൽ ഇത്തരം ജീർണതകളുണ്ട്. അവരുടെ ഇടയിൽ ഈ ലിബറലിസത്തിന്റെയും ഈ പറയുന്ന ഇസ്ലാമോഫോബിയയുടെയും ഒക്കെ തരത്തിലുള്ള സ്വാധീനങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ ജനങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടെ ഇടതുപക്ഷ രാഷ്ട്രീയം മരിച്ചു. നിങ്ങൾ ഈ യഥാർത്ഥ ഇടതുപക്ഷം എന്ന് പറഞ്ഞ് നിങ്ങളൊരു ചെറിയൊരു കോർണറിലേക്ക് നിങ്ങളെ തന്നെ കോർണർ ചെയ്യാണ്. യുവർ സൂയിസൈഡിങ്. അതാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ നിങ്ങൾ സൂയിസൈഡിലേക്ക് തള്ളിവിടുക. അതാണ് നിങ്ങൾ ചെയ്യുന്നത്. അതാണ് എനിക്ക് മനസ്സിലായത്. നമ്മളൊരു സമൂഹത്തിൽ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ ആ സമൂഹത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും അവിടെയുള്ള മനുഷ്യരിലും ഉണ്ടാവും. ഒരു ആൾക്കൂട്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ആൾക്കൂട്ടത്തിലും ആ സമൂഹത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും. പക്ഷെ ഇവിടുത്തെ പോയിന്റ് എന്ന് പറയുന്നത് ആ പ്രശ്നങ്ങളെ മനസ്സിലാക്കി അംഗീകരിച്ചുകൊണ്ട് അവരുമായി എൻഗേജ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇടതുപക്ഷ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക. അവിടെ ചെന്ന് അവർ എൻഗേജ് ചെയ്തതുകൊണ്ട് നമുക്ക് ഉണ്ടായിട്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് അതൊന്ന് പറയാമോ? അത് പലർക്കും ചിലപ്പോ അറിയണമെന്നില്ല. കാരണം അവരുടെ ഈ ആർഗ്യുമെന്റ് പറയുന്നവർ പലരും അത് തിരിച്ചറിയുന്നുണ്ടാവില്ല. അതാ ലൈക്ക് ഞാന് ലൈക്ക് നിതീഷ് ഒരു റീലിൽ പറയുന്നുണ്ട്, ലൈക്ക് ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഇതൊക്കെ ക്രിട്ടിക് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഗ്രൗണ്ടിൽ വന്നിട്ട് ഇവിടെ വന്നിട്ട് ആൾക്കാരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എന്തുകൊണ്ടാണ് ഈ സ്റ്റാൻഡേർഡ്, എന്തുകൊണ്ടാണ് റിസർവേഷൻ ഇമ്പോർട്ടന്റ്, എന്തുകൊണ്ടാണ് ബുൾഡോസർ രാജ് നടന്നുകൊണ്ടിരിക്കുന്നത്, എങ്ങനെ അതിനെ നിതീഷ് ആരാണ്? നിതീഷ് ഫസ്റ്റ് തൊട്ട് പറയാവേ. നിതീഷ് ജെന്യുല എക്സ്പ്രസിഡന്റ് ഒരു വീഡിയോയിൽ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഇതേ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പം ഉമർഖാലത്തിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പം നമ്മൾ ഇവിടെ ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. നിങ്ങളും അവിടുന്ന് നിങ്ങളുടെ റൂമിൽ നിന്ന് വന്ന് ഇവിടെ വന്നിട്ട് ആൾക്കാരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, പല രീതിയിൽ സംസാരിക്കണം. പല ആൾക്കാർ പല സ്റ്റേജസിലാണ്, ലൈക്ക് മനസ്സിലായോ? നമ്മൾ അങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ മെസ്സേജിങ് കൊടുക്കണമെന്ന്. ഇപ്പം അവിടെ പോയിട്ട് ഇപ്പം നമ്മള് ലൈക്ക് വെൻ വി ആർ ഗോയിങ് ദർ, അവിടെ പൊളിറ്റിക്കൽ സ്ലോഗനറിങ് ചെയ്യുന്നു, അവിടെ ഇങ്ങനത്തെ ആൾക്കാരെ എൻഗേജ് ചെയ്യുന്നു. അപ്പം നേരത്തെ ആൾക്കാരുടെ അടുത്തൊരു പേടി ഉണ്ടല്ലോ, ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ലൈക്ക് നമ്മുടെ റൈറ്റ് വിങ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഇമേജ്, അത് ബ്രേക്ക് ആവുന്നുണ്ട്. കാരണം ലൈക്ക് ഒരു ലെവലിൽ ഫോർ എക്സാമ്പിൾ ഇപ്പൊ അവർക്ക് മനസ്സിലാവുന്നുണ്ട്, ഓ നമ്മൾ ഇത്രയും കാലം ആന്റി നാഷണൽ എന്ന് വിളിച്ചത് അവസാനം നമ്മൾക്കും നമ്മളുടെ വിലയും വന്നെന്ന്. അപ്പം ദീസ് ആർ ഗൈസ് ലൈക്ക് അസ്, നമ്മളെ പോലുള്ള ആൾക്കാരാണ്. ഇത്രയും കാലം ഇവര് മാത്രമാണ് ആന്റി നാഷണൽ എന്ന് കേട്ടത്. ഇപ്പൊ നമ്മളും അങ്ങനെയായി. അപ്പം ഇപ്പൊ നമ്മളും അവരും ഒരുമിച്ചിരിക്കുകയാണ്. സോ വാട്ട് ആർ ദ ഫീലിംഗ്? നമ്മളും അവരും ഡെയിലി ഒരുമിച്ചിരിക്കുന്നു. അടുത്ത ദിവസം വരുമ്പോൾ ദേ ആർ സെർച്ചിങ് ഫോർ അസ്. നമ്മുടെ കയ്യിലുള്ള ഒരു റെഡ് മാർക്കുള്ള ഒരു ഡഫ്ലി അവര് മേടിച്ച് അവര് അത് യൂസ് ചെയ്യുന്നു. സ്ലോഗനറിങ് അവര് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പം മൂവ്മെന്റ്സ് ഓൾസോ മേക്ക് പീപ്പിൾ മേക്ക് മൂവ്മെന്റ്. പക്ഷെ അതേ മൂവ്മെന്റ് വിൽ പ്രൊഡ്യൂസ് ന്യൂ പീപ്പിൾ വിത്ത് ന്യൂ പൊളിറ്റിക്സ്. ഒരു ഫോർ എക്സാമ്പിൾ ഒരു സെന്റർ ആയിട്ട് ഒരു വ്യക്തി വന്നിട്ട് നമ്മുടെ കൂടെ എൻഗേജ് ചെയ്യുമ്പോൾ നമ്മള് ആ ഒരു വ്യക്തിയുടെ അടുത്ത് നമ്മളിപ്പം ബിയോണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ റെസിഗ്നേഷൻ, ആ ഒരു വ്യക്തിയുടെ അടുത്ത് നമ്മൾ പറയും ഇവർ എൻ ടി എ കൊണ്ടുവന്നു, എൻ ടി എ എങ്ങനെയാണ് ഈ കോച്ചിങ് മാഫിയനെ അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം ദാറ്റ് പേഴ്സൺ ഈസ് ഗെറ്റിംഗ് ഇൻ ടു ദിസ് കൈൻഡ് ഓഫ് ആർഗ്യുമെന്റ്, നോട്ട് മറ്റേ നമ്മുടെ റെഗുലർ ആർഗ്യുമെന്റ്. അപ്പം ഓക്കെ, ഈ ഒരു ലെവലിൽ ഹി വിൽ അണ്ടർസ്റ്റാൻഡ് ദിസ് സൈഡ് ഓഫ് ഇറ്റ്. മേ ബി ഇപ്പോഴും അയാൾ ചോദിക്കാൻ പറയും ഐ എം എ പ്രൗഡ് രാജ്പുത് പറയും, അതേ ആള് പറയും, അതേ പ്രൊട്ടസ്റ്റർ പറയും. പക്ഷേ ടു സം ലെവൽ പുള്ളിക്കാരൻ ഹി ഹാസ് ചേഞ്ച്ഡ് ഡ്യൂ ടു ഓൾ ദിസ് എൻഗേജ്മെന്റ്സ്. മേ ബി ഇൻ ഫ്യൂച്ചർ ആ പ്രൗഡ് രാജ്പുത് എന്ന് പറഞ്ഞ പോലെ മാറ്റും. അപ്പൊ ഇങ്ങനത്തെ ട്രാൻസ്ഫോർമേഷൻസ് ചെറുതായിട്ട് നടക്കുന്നുണ്ട്, ആൻഡ് ഇങ്ങനത്തെ പോസിറ്റീവ് എൻഗേജ്മെന്റ്സ് നടക്കുന്നുണ്ട്. ഇതില് ഏറ്റവും അർജുൻ പറഞ്ഞതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് തോന്നിയ പോയിന്റ് എന്താണെന്നറിയാവോ? അതായത് ഇപ്പോ നമ്മുടെ നാടിനെ കുറിച്ച് 2 സിനിമ ഇറങ്ങി, കേരള സ്റ്റോറി 1 and 2. ആ സിനിമ ഇറങ്ങിയപ്പോ തന്നെ ഇപ്പൊ നോർത്ത് ഇന്ത്യയിൽ പോവാണെങ്കിൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ആ ഡിഫറൻസ് മനസ്സിലാവും. ഇപ്പൊ മലയാളികളായിട്ടുള്ള ആൾക്കാരാണെന്ന് മനസ്സിലാവുമ്പോ കേരളത്തിന്റെ അവിടെ ലവ് ജിഹാദ് നടക്കുകയാണല്ലേ. കേരളത്തില് ഹിന്ദു പെൺകുട്ടികള് മുസ്ലിം ചെറുക്കന്മാരുടെ ഇറങ്ങിപ്പോയി അങ്ങനെ പ്രശ്നം ഉണ്ടാവുകയാണല്ലേ. അങ്ങനെയൊക്കെയുള്ള ഈ കഥകള് അവര് ആത്മാർത്ഥമായി വിശ്വസിച്ചുകൊണ്ട് കേരളത്തിലെ ഒരു മലപ്പുറം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ ഹിന്ദുക്കൾക്ക് കയറാൻ പറ്റില്ല, അങ്ങനെ ഒരു സ്പേസ് ആണല്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വളരെ നിഷ്കളങ്കമായി ആത്മാർത്ഥമായി അവിടെ ആൾക്കാർ ചോദിക്കുന്നത് കേൾക്കാൻ പറ്റും. ഈ 2 പ്രൊപ്പഗണ്ട മൂവിയും പിന്നെ കുറച്ച് സോഷ്യൽ മീഡിയയിലുള്ള പ്രവർത്തനം വഴിയാണ് അവരത് അവിടെ വരെ എത്തിച്ചതെന്നുള്ളത് മനസ്സിലാക്കണം. ഇത് കണക്ക് ഒരു 100 കണക്കിന് സിനിമയും അതിലേറെ സോഷ്യൽ മീഡിയ പ്രൊപ്പഗണ്ടയും നടത്തിയ ഒരു മേഖലയാണ് JNU പോലുള്ള ഇടതുപക്ഷ ക്യാമ്പസുകളും
അവിടുത്തെ സ്റ്റുഡന്റ് ഓർഗനൈസേഷനും ഇടതുപക്ഷ പാർട്ടികളെ കുറിച്ചിട്ടും ഒക്കെ അവിടെ ഇറക്കിയിരിക്കുന്ന കഥകൾ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് അവിടുത്തെ ഒരു ആവറേജ് ഗൈയോട് ചോദിക്കുകയാണെങ്കിൽ ഇടതുപക്ഷം എന്ന് പറയുന്നത് ആന്റി നാഷണൽ ആണെന്നും ഇവരെല്ലാം ഫണ്ടഡ് ബൈ ഫോറിൻ എന്റിറ്റീസ് ആണ് ഇൻ ഓർഡർ ടു ക്രിയേറ്റ് ഇൻബാലൻസ് ഇൻ ദിസ് നേഷൻ, പാകിസ്ഥാൻ വഴി ഫണ്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് എന്ന് പറഞ്ഞൊരു ഇമേജിലാണ് അവർ ജീവിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമുക്ക് ഈ ഒരു സ്പേസിൽ അവരുമായിട്ട് എൻഗേജ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ അവർക്ക് വളരെ കൃത്യമായിട്ട് വിത്തൗട്ട് ഓൾ ഓഫ് ദീസ് സോഷ്യൽ മീഡിയ ആൻഡ് മീഡിയ ഫിൽറ്റേഴ്സ് റിയൽ ആയിട്ട് അവർക്ക് കാണാൻ പറ്റും ഇടതുപക്ഷ രാഷ്ട്രീയം എന്താണെന്നും വാട്ട് ആർ ദേ സേയിങ്, വാട്ട് ആർ ദേ സ്റ്റാൻഡിങ് ഫോർ, അവരുടെ പ്രവർത്തനം എന്താണെന്നുള്ളതിനെ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ആൻഡ് ഇതിനകത്ത് ഏറ്റവും ഫണ്ണി പാട്ട് എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയം നല്ലതാണല്ലോ, അതായത് നമ്മൾ ഇതിനെതിരെയൊക്കെ പ്രതികരിക്കുന്ന വിഷയങ്ങളാണല്ലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവന് ആന്റി നാഷണൽ ആവുകയാണ്. അവന് കംപ്ലീറ്റ് ഡീമിസ്റ്റിഫിക്കേഷൻ ആണ് ഈ ആന്റി നാഷണൽ ലേബൽ ആൻഡ് ആ ഹോൾ ആന്റി നാഷണൽ സറൗണ്ട് ചെയ്യുന്ന പൊളിറ്റിക്സ് അവിടെ ബ്രേക്ക് ഡൗൺ ചെയ്യാണ് ഇൻ ഫ്രണ്ട് ഓഫ് ദാറ്റ് പേഴ്സൺ. അതാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ ഭിന്നം തോന്നുന്നു. ആൻഡ് ഓഫ് കോഴ്സ് വാട്ട് എവർ കംസ് ആഫ്റ്റർ ദാറ്റ് ഇസ് എ ബോണസ്. അയാളുമായിട്ട് രാഷ്ട്രീയപരമായിട്ട് എൻഗേജ് ചെയ്ത് ഇടതുപക്ഷ രാഷ്ട്രീയങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നു, അയാളുടെ ഒരു പൊളിറ്റിക്കൽ കോൺഷ്യസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഐ തിങ്ക് ഇറ്റ്സ് ബോണസ്. പിന്നെ അതാണ് ഇങ്ങനത്തെ ലാംഗ്വേജ് വരുമ്പോൾ നമ്മള് ഇപ്പം ഫോർ എക്സാമ്പിൾ ജന്തർ മന്ദിറിൽ തന്നെ ഈ ഒരു മൂവ്മെന്റ് അകത്ത് തന്നെ എനിക്ക് വളരെ കൺഫ്രൺട്രേഷണൽ ആയ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു സ്ഥലത്ത് ജയ്ഭീം എന്ന സ്ലോഗൻ വിളിച്ചപ്പം 2-3 പേര് വന്നു പറഞ്ഞു എന്തിനാ ഈ സ്ലോഗൻ വിളിക്കുന്നതെന്ന്, എന്തിനാ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഡയറക്ട്ലി പറഞ്ഞു ഇതൊരു ഡിവിസീവ് ആയിട്ടുള്ള ഒരു സ്ലോഗൻ അല്ല. ജയ്ഭീം എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സിനെ അപ്ഹോൾഡ് ചെയ്യുന്നതും ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടർണിറ്റി അതിന് വേണ്ടിയിട്ടുള്ളൊരു സ്ലോഗൻ ആണെന്ന് നമ്മൾ പറയാൻ മനസ്സിലാക്കി. പിന്നെ ഇങ്ങനത്തെ സ്ഥലത്തൊന്നും വി ഹാവ് ബീൻ ഗിവൺ എവേ അവർ പൊളിറ്റിക്സ്. എവിടെയൊക്കെ സ്റ്റാൻഡ് എടുക്കണോ അവിടെ സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല ഇങ്ങനെ പലതരം ചെറിയ ചെറിയ ഇതുണ്ടായിട്ടുണ്ട്. പല സ്ഥലത്തും ലാൽ സലാം എന്ന് വിളിച്ചപ്പം ചിലവര് പേടിച്ചു, പക്ഷെ ബാക്കിയുള്ളവര് ആഫ്റ്റർ സർട്ടൻ പോയിന്റ് they also did the same. അവരും ലാൽ സലാം എന്ന് പറഞ്ഞു. അപ്പം ഇതൊരു വളരെ കണ്ടസ്റ്റഡ് ഗ്രൗണ്ട്സ് ആണല്ലോ, എല്ലാ ടൈപ്പ് ഓഫ് ആൾക്കാർ വരുമ്പോഴും. പക്ഷെ അവസാനം നമ്മളൊരു ഒരു ലെഫ്റ്റിസ്റ്റ് ആൾക്കാർ സ്ലോഗൻ ചെയ്തൊരു ലെഫ്റ്റിസ്റ്റ് സോങ് പാടുമ്പോൾ ഒരു ആന്റി ലാൻഡോടോ ആന്റി പവർ സ്റ്റേറ്റ് പാട്ട് പാടുമ്പോൾ എല്ലാവരും ഇരുന്ന് നമ്മളോട് പാടുന്നുണ്ട്. സോ ഇറ്റ്സ് എ മിക്സ്ഡ് ബാഗ്. നമ്മൾ അങ്ങനെ ഞാൻ അതിനൊരു പോസിറ്റീവ് ഡെവലപ്മെന്റ് ആയിട്ടാണ് കാണുന്നത്. ഓൺലൈനിൽ ഇരുന്നിട്ട് യു ആർ തിയറൈസിങ് യുവർ സെൽഫ് അവേ ഫ്രം ദി മാസസ്. എക്സാക്ട്ലി ഈ പ്രോബ്ലം ലെനിൻ ഇതിനു മുമ്പ് എൻകൗണ്ടർ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ രസകരമായിട്ടുള്ള കാര്യം. പുള്ളിയുടെ ലെഫ്റ്റ് കമ്മ്യൂണിസം ആൻഡ് ഇൻഫന്റൈൽ ഡിസോർഡർ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകത്തിൽ ഇതേ സെയിം പ്രോബ്ലം പുള്ളി അഡ്രസ് ചെയ്യുന്നുണ്ട് ഇൻ എ ഡിഫറെന്റ് കോണ്ടെക്സ്റ്റ് ആക്ച്വലി. അതായത് അവിടെ പാർലമെന്ററി പൊളിറ്റിക്സിനെ മൊത്തത്തിലാണ് ഈ യഥാർത്ഥ ഇടതുപക്ഷം എന്ന് പറയുന്ന പല ആൾക്കാരും വേണ്ടെന്ന് വെക്കുന്നത്. അതായത് അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ജർമ്മൻ സോഷ്യലിസ്റ്റുകളാണെന്ന് തോന്നുന്നു, ജർമ്മനിയിലുള്ള ചില സോഷ്യലിസ്റ്റ് പാർട്ടിയിലുള്ള ആൾക്കാർ പാർലമെന്ററി പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ക്യാപിറ്റലിസ്റ്റുകൾ കൺട്രോൾ ചെയ്യുന്ന ഒരു പൊളിറ്റിക്സ് ആണ്. അവരുടെ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടാണ് ആ ഒരു പാർലമെന്ററി പൊളിറ്റിക്സ് അവിടെ കളിക്കുന്നത്. അപ്പൊ അത്തരം ഒരു മേഖലയിൽ നമ്മൾ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന അതിനൊരു ലെജിറ്റിമസി കൊടുക്കുകയും ഒക്കെ ചെയ്യുകയാണല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കണം എന്ന് പറയുന്ന ഒരു സാധനം, ഒരു വാദം അവർ മുന്നോട്ട് വെച്ചപ്പോൾ ലെനിൻ അതിന് മറുപടി ആയിട്ട് എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇറ്റ്സ് എ കംപ്ലീറ്റ് ഡിസാസ്റ്റർ. യെസ്, ഓഫ്കോഴ്സ് ഈ പാർലമെന്ററി പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് ഇറ്റ് വിൽ ട്രൈ ടു ഡിഫെൻഡ് ദ ഇൻട്രസ്റ്റ് ഓഫ് റൂളിംഗ് ക്ലാസ്. അതായത് ഈ ക്യാപിറ്റലിസ്റ്റുകളുടെ ഇൻട്രസ്റ്റ് അവിടെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കും. പക്ഷെ നമ്മൾ അതൊന്ന് വിട്ടു നിൽക്കുന്നതിന് പകരം അവിടെ പോയി എൻഗേജ് ചെയ്യാന്നുള്ളത് ഒരു മാർക്സിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അതിന്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളുള്ള എല്ലാ മേഖലയിലും മാർക്സിസ്റ്റുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കണം. കാരണം നമ്മുടെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മുടെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുമായി എൻഗേജ് ചെയ്ത് അവരുടെ കോൺഷ്യസ്നസ് ക്രിയേറ്റ് ചെയ്ത് ഈ പറഞ്ഞ വ്യവസ്ഥ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പൊളിറ്റിക്സ്. സോ യു ഹാവ് ടു എൻഗേജ് വിത്ത് ദ മാസസ്. അപ്പം പാർലമെന്ററി പൊളിറ്റിക്സ് ഇസ് എ സ്പേസ് വെയർ പീപ്പിൾ ആർ എൻഗേജിങ്. Therefore, you have to engage there. It is very crucial for organizing the masses എന്നുള്ളതാണ് പുള്ളി ആദ്യം വെക്കുന്ന വാദം. പിന്നെ രണ്ടാമത് പറയുന്ന വാദം എന്ന് പറയുന്നത് നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മളൊരു ഫ്രീ ഹിറ്റ് കൊടുക്കുകയാണ്, ക്യാപിറ്റലിസ്റ്റുകൾക്ക് നമ്മളൊരു ഫ്രീ ഹിറ്റ് കൊടുക്കുകയാണ്. നമ്മൾ അവിടെ പോയി അതിനെ പ്രതിരോധിക്കാൻ നോക്കുമ്പോഴാണ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഒപ്പോസിഷൻ ഈ ക്യാപിറ്റലിസ്റ്റുകൾ അവരുടെ രാഷ്ട്രീയ അധികാരം എൻഫോഴ്സ് ചെയ്യുന്നതിന് എന്തെങ്കിലും തരത്തിലുള്ള ഒപ്പോസിഷൻ ഉണ്ടാകുന്നത് നമ്മളുടെ പ്രസൻസ് അവിടെ ഉണ്ടാകുമ്പോഴാണ്. That is a space where you are able to expose the system to the masses. മനസ്സിലായി? ഈ സിസ്റ്റത്തിന്റെ എല്ലാ ഹിപ്പോക്രസിയും ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ഈ പാർലമെന്ററി പൊളിറ്റിക്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അതാണ് ലെനിൻ അന്ന് വെച്ച വാദം. അതേ പോയിന്റിൽ നമ്മൾ ഇന്നും നിൽക്കുന്നു എന്ന് പറയുന്നത് രസകരമായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. എക്സാക്ട് സെയിം പ്രോബ്ലം വി ആർ ഡീലിംഗ് വിത്ത് ഈവൻ നൗ. ആൻഡ് എനിക്ക് തോന്നുന്നു
നമ്മുടെ ഈ ഇടതുപക്ഷത്തിന്റെ ഇലക്ഷൻ അനാലിസിസ്, ഈ റീസെന്റ് ഇലക്ഷൻ അനാലിസിസ് ചെയ്ത വീഡിയോയിൽ ഇതേ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പം താല്പര്യമുള്ളവർക്ക് അത് പോയി കേട്ടു നോക്കാം. ഓക്കെ, യാ. ഇനി എനിക്ക് തോന്നുന്നു നമുക്ക് വി ക്യാൻ കം ടു ദി ആക്ച്വൽ ഇഷ്യൂ അറ്റ് ഹാൻഡ്. നമ്മൾ എന്താണ് ഇപ്പൊ ഇവിടെ നമ്മൾ നേരിടുന്ന പ്രശ്നം എന്താണ്? ഈ CJP പ്രൊട്ടസ്റ്റ്, അതിനകത്ത് ഇടതുപക്ഷം ഇടപെടുന്നു. ഇതിൽ നമ്മൾ കാണുന്ന പ്രശ്നം ഈ നീറ്റ് പേപ്പർ ലീക്ക് ആയതാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ പൊതുവെ കാണുന്നത്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇറ്റ്സ് മച്ച് ഡീപ്പർ ദാൻ ദാറ്റ്. വാട്ട് ഇസ് ദി ആക്ച്വൽ പ്രോബ്ലം അറ്റ് ഹാൻഡ്? ആക്ച്വൽ പ്രോബ്ലം നമ്മൾ ഇവിടെയും അതാണ് പറയുക, ഇന്റർവെൻഷൻ നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. കാരണം DK പറയുന്നു, CJP പറയുന്നു, ധർമ്മേന്ദ്ര പ്രധാൻ റിസൈൻ കറോ, ഇസ്തിഫ. അപ്പം ധർമ്മേന്ദ്ര പ്രധാൻ റെസിഗ്നേഷൻ ചെയ്താൽ നമുക്കൊന്നും വുഡ് ഇറ്റ് ചേഞ്ച്? പുതിയ മിനിസ്റ്റർ വരും, സെയിം സിസ്റ്റം കണ്ടിന്യൂ ആവും. പക്ഷെ നമ്മൾ പറയുന്നത് ഫോർ എക്സാമ്പിൾ ഓഫ് നീറ്റ്, NTA 2014 കൊണ്ടുവന്നിട്ട് NTA അറൌണ്ട് മോർ ദാൻ 70 to 80 എക്സാം പേപ്പേഴ്സ് ലീക്ക് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇതിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക. ലിറ്ററലി 10 വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. അപ്പൊ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് ഇവർക്ക് ഇന്ത്യ മൊത്തം എക്സാം കണ്ടക്ട് ചെയ്യാൻ 24 പെർമനന്റ് എംപ്ലോയീസ് ഉള്ളൂ, ജസ്റ്റ് 24. അപ്പൊ ബാക്കിയൊക്കെ കോൺട്രാക്ച്വലൈസ്ഡാ. അപ്പൊ ഈ സിസ്റ്റം എങ്ങനെ റൺ ചെയ്യുന്നത്? പ്രൈവറ്റ് പ്ലേയേഴ്സിന് കൊടുത്തേക്കാണ്. പ്രൈവറ്റ് പ്ലേയേഴ്സ്. അപ്പം ഇവർ ഇത്രയും പേപ്പേഴ്സ് ലീക്ക് ആവുന്നു. അൾട്ടിമേറ്റ്ലി എന്താ, പീപ്പിൾ സ്റ്റാർട്ട് ടേക്കിംഗ് ഇറ്റ് സീരിയസ്ലി. എപ്പോ നീറ്റ് എക്സാം ലീക്ക് ആയോ? കാരണം നീറ്റ് എക്സാം ഈസ് ലൈക്ക് ബ്രോഡ് എൻകംപാസിംഗ് അല്ലേ, ലൈക്ക് എല്ലാ സെക്ഷൻസ് ഓഫ് ആൾക്കാർ എഴുതാറുണ്ട് നീറ്റ് എക്സാം. ഈവൻ ദോ നീറ്റ് എക്സാം ഇറ്റ് സെൽഫ് എന്താ ഈസ് വെരി പ്രോബ്ലമാറ്റിക്. കാരണം നിങ്ങൾ ആ ഒരു എക്സാം കോച്ചിങ് മാഫിയയും ഇവരും NTA എല്ലാം കൂടി ചേർന്ന് അതിനെ ഒരു എക്സ്ക്ലൂഷണറി എക്സാം ആക്കി. ലൈക്ക് പീപ്പിൾ ഫ്രം ഓൾ സെക്ഷൻസ് ഓഫ് ദി സൊസൈറ്റി കനോട്ട് കണ്ടസ്റ്റ് ഈക്വലി ഇൻ നീറ്റ് എക്സാം. കാരണം നിങ്ങൾക്ക് നല്ല കോച്ചിങ് വേണം, കോച്ചിങ് നല്ല പൈസ വേണം. അപ്പൊ അത് അറ്റൻഡ് ചെയ്യുന്നവർക്ക് മാത്രമേ നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റൂ. അപ്പം ഇറ്റ്സ് നോട്ട് എ ഈക്വൽ പ്ലേയിങ് ഗ്രൗണ്ട്. പക്ഷെ എന്നാലും നീറ്റ് ഈസ് സീൻ ആസ് എ എക്സാം വിച്ച് ഗീവ്സ് യു സോഷ്യൽ മൊബിലിറ്റി. ആൾക്കാർ അതിന്റെ നിറ്റിഗ്രിറ്റീസ് മനസ്സിലാക്കാതെ പീപ്പിൾ സീ ഇറ്റ് ആസ് ദാറ്റ്. അപ്പൊ അതുകൊണ്ടാണ് നീറ്റ് എക്സാം പേപ്പർ ലീക്ക് ആയപ്പോൾ ഇത്രയും വലിയ റിയാക്ഷൻ വന്നത്. അപ്പം ബിയോണ്ട് റെസിഗ്നേഷൻ വി ആർ സെയിങ് ദാറ്റ് NTA സ്ക്രാപ്പ് ചെയ്യണം. NTA ആസ് എ ബോഡി, ആസ് എൻ ഓട്ടോണമസ് ബോഡി ഫെയിലിയർ ആണ്. ഇത്രയും പേപ്പേഴ്സ് ലീക്ക് ആയിട്ടുണ്ട്. അത് മാത്രമല്ല, അത് NTA കൂടെ തന്നെ പ്രൈവറ്റൈസേഷൻ, സെൻട്രലൈസേഷൻ നടക്കുന്നുണ്ട് എഡ്യൂക്കേഷന്റെ. ഫോർ എക്സാമ്പിൾ, ഓൾമോസ്റ്റ് ഓൾ സെക്ഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ പ്രൈവറ്റൈസ് ആയിക്കൊണ്ടിരിക്കുക. അത് മാത്രമല്ല, ഈ വികസിത് ഭാരത് ശിക്ഷ അഭിയാൻ, അതേപോലെ പല ബിൽസ് കൊണ്ടുവരുന്നുണ്ട്. ഈ ബിൽസിലൊക്കെ എസെൻഷ്യലി എഡ്യൂക്കേഷന്റെ ഒരു ഫെഡറൽ സ്ട്രക്ചർ മാറ്റിയിട്ട് കംപ്ലീറ്റ്ലി സെൻട്രലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിലൂടെ NEP, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, ഇതിലൂടെ ഒക്കെ എന്താ ചെയ്യുന്നത് വെച്ചാൽ സെൻട്രൽ ഗവൺമെന്റ് ഒന്ന് അവരുടെ സിലബസ് ഇമ്പോസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തത് അവർ കൺട്രോൾ ചെയ്യും എഡ്യൂക്കേഷൻ, UGC എന്താ, ഏത് യൂണിവേഴ്സിറ്റീസിന് എന്ത് ഇത് കൊടുക്കണം, എന്ത് ലൈസൻസ് കൊടുക്കണം, എന്തൊക്കെ പഠിപ്പിക്കണം യൂണിവേഴ്സിറ്റീസിൽ, ആരുടെ എംപ്ലോയ്മെന്റ് ആവും യൂണിവേഴ്സിറ്റീസിൽ, പ്രൊഫസേഴ്സ് ഏത് സെക്ഷൻസ് നിന്ന് വരും, SC/ST സ്റ്റുഡൻസിന് ലൈക്ക് എന്താ കറക്റ്റ് ആയിട്ട് അഡ്മിഷൻ കിട്ടുമോ. അപ്പം ഇങ്ങനെയൊക്കെ പലതരം ഇഷ്യൂസ് ഉണ്ട് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് കംപ്ലീറ്റ് ഓവർഹോളാണ് വേണ്ടത് നമുക്ക്. ഈ കോച്ചിങ് മാഫിയ എങ്ങനെയാണ് ലോബിയിങ് ചെയ്തിട്ട് പലതരം ബിൽസ് കൊണ്ടുവരുന്നത്, പലതരം എക്സാംസ് കൊണ്ടുവരുന്നത്. ഇതൊക്കെ ഓൾ ഓഫ് ദിസ് ഈസ് വർക്കിംഗ് ഇൻ ടാൻഡം വിത്ത് ദിസ് ഗവൺമെന്റ്. അതിൽ NTA ഒരു കോർ പാർട്ട്. അതിന്റെ എഡ്യൂക്കേഷൻ ആൻഡ് എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രി ആക്കി മാറ്റി ഇവര്. ബേസിക്കലി ഈ പറഞ്ഞ പ്രൈവറ്റ് പ്ലേയേഴ്സിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള ഒരു ഇൻഡസ്ട്രി ആക്കി അതിനെ മാറ്റുകയാണ് ഇവർ ചെയ്തത്. ബേസിക്കലി ഇപ്പൊ CUT എക്സാം ഒരു CUT എന്ന് പറഞ്ഞാല് PG എൻട്രൻസിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ എക്സാം ആണല്ലോ. ഇപ്പൊ CUT എക്സാം പോലും ഇപ്പം ഒരു വളരെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള കോച്ചിങ് ഓറിയന്റഡ് എക്സാം ആക്കി. ഇപ്പം പലതരം കോച്ചിങ് സെന്റേഴ്സ് CUT എക്സാം ഉണ്ട്. പണ്ട് IIT IIM എക്സാംസിനായിരുന്നു കോച്ചിങ് സെന്റേഴ്സ്. ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാ എക്സാംസിനും സ്പെസിഫിക് കോച്ചിങ് സെന്റേഴ്സ് ആണ്. അപ്പം ഇതൊക്കെ ഒരു ബൂമിംഗ് ബിസിനസ് ആണല്ലോ. ലൈക്ക് ഈ പേപ്പർ ലീക്ക് വന്നത് തന്നെ നമ്മളിപ്പം ഈ റീസെന്റ് നീറ്റ് പേപ്പർ ലീക്ക് നോക്കിയാല് ഇതിലും കോച്ചിങ് മാഫിയയുടെ വളരെ വലിയ പങ്കുണ്ട്. കാരണം ഒരു കോച്ചിങ് സെന്ററിന് അവരുടെ കോച്ചിങ്ങിൽ നിന്ന് ഒരു സ്റ്റുഡന്റിന് 700 out of 700 അടിച്ചെന്ന് പറഞ്ഞാല് ഇറ്റ്സ് എ ബിഗ് തിങ്. നെക്സ്റ്റ് ഇയർ ദേ വിൽ ബ്രാഗ്, ദേ വിൽ ഇൻക്രീസ് ദർ ഫീസ്. അപ്പം ഇവിടെ നടക്കുന്നത് ഈ കോച്ചിങ് സെന്റേഴ്സിന്റെ ഫുൾ നോളജോടെ
നടക്കുന്ന ഒരു കറപ്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. There is no other way. ഇതെല്ലാം നടക്കത്തില്ല. അപ്പൊ ഈ ഒന്ന് നമ്മള് ഈ എക്സാംസിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ കുറച്ചുകൂടി ഡെമോക്രാറ്റൈസ് ചെയ്യണം. ഇതിൽ എല്ലാവർക്കും ലെവൽ പ്ലേയിങ് ഫീൽഡ് വേണം. ഒന്നത് അതിന് നമുക്ക് ഈ കോച്ചിങ് മാഫിയസിനെ കൗണ്ടർ ചെയ്താൽ പറ്റും. പ്രത്യേകിച്ച് അതല്ലാതെ ഈ ഗവൺമെന്റ് ഈ എക്സാംസിനെ ഈ എക്സാംസിനെ പ്രൈവറ്റ് പ്ലേസിലേക്ക് കൊടുക്കരുത്. പണ്ട് നടത്തിയ പോലെ ഗവൺമെന്റ് സ്കൂൾ സിസ്റ്റമും ഗവൺമെന്റ് കോളേജ് സിസ്റ്റമും എക്സ്പാൻഡ് ചെയ്തിട്ട് ഇവിടെയൊക്കെ നിങ്ങൾക്ക് വർക്കേഴ്സ് ഉണ്ട്, ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, ഇവിടെ എല്ലാം ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ വൈ ഡു യു നീഡ് പ്രൈവറ്റ് എക്സാം സെന്റേഴ്സ്? ദാറ്റ് ഇറ്റ്സെൽഫ് ഈസ് എ സ്കാം, റൈറ്റ്? നമ്മൾ പണ്ട് ഓർമ്മയുണ്ടോ, നമുക്ക് ഗവൺമെന്റ് സ്കൂൾസിലും ഗവൺമെന്റ് കോളേജസ് അധികം ഉണ്ടെങ്കിൽ ഇവിടെ നടത്താൻ പറ്റുന്ന എക്സാം ആണ് നിങ്ങൾ പ്രൈവറ്റ് പ്ലേസിന് കൊടുക്കുന്നത്. Why isn't it happening here? ഈ പ്രൈവറ്റൈസേഷൻ റിവേഴ്സ് ചെയ്യണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അതെ, ഡീസെൻട്രലൈസ് ചെയ്യണം, പ്രൈവറ്റൈസേഷൻ മാറ്റണം. ഞാനത് എടുത്ത് ചോദിക്കാനായിട്ട് നമ്മളുടെ ഇപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള വി.ഡി. സതീശൻ ഒരു ദിവസം 30 ബുക്ക് വെച്ച് വായിക്കുന്ന പുള്ളിയാണ് പറയുന്നത്. പുള്ളി പറയുന്നത് ഇവിടെ പ്രൈവറ്റൈസേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ നാട് ഇങ്ങനെ പിന്നോട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ് പുള്ളി പറയുന്നത്. ഇപ്പൊ പ്രൈവറ്റൈസേഷൻ നടത്തിയ ബി.ജെ.പിയും കോൺഗ്രസും ഭരിച്ച നോർത്ത് ഇന്ത്യയിൽ മൊത്തം തിരിച്ചത് മാറ്റണം. എഡ്യൂക്കേഷൻ കാര്യത്തിലെങ്കിലും അറ്റ്ലീസ്റ്റ് അത് തിരിച്ച് മാറ്റണം. യു.പിയിൽ ഒരു ദിവസം നമ്പർ ഓഫ് സ്കൂൾസ് ആണ് ക്ലോസ് ഡൗൺ ആവുന്നത്, ഒരൊറ്റ ദിവസം. റിപ്പോർട്ട് വന്നത് എനിക്ക് എക്സാക്ട് നമ്പർ ഓർമ്മയില്ല. ലൈക്ക് ലാസ്റ്റ് ഓവർ ദി പാസ്റ്റ് 5 years എത്രയോ thousands ഓഫ് സ്കൂൾസ് ക്ലോസ് ഡൗൺ ആയിട്ടുണ്ട്. അപ്പം ഇവിടെയൊക്കെ വരുന്നത് പ്രൈവറ്റ് സ്കൂൾസ്. അവിടെയൊക്കെ ആർക്കൊക്കെ പൈസ കൊടുക്കാൻ പറ്റും? വെൻ ഓൾമോസ്റ്റ് ലൈക്ക് certain മേജർ ചങ്ക് ഈസ് അണ്ടർ ബിലോ പോവർട്ടി ലൈൻ. അപ്പം നമ്മൾ വി ആർ നോട്ട് a society which can afford that literally. ഇത് ബേസിക്കലി ഇപ്പം നമുക്ക് ഇങ്ങനെ അത്ര വലിയ പണം. ഇപ്പൊ ബാംഗ്ലൂർ, ചെന്നൈ അവിടെയൊക്കെ നമ്മുടെ നാട്ടിലുള്ള പല ആൾക്കാരും ജോലി ചെയ്യുന്നു. അവിടെ ചോദിച്ചാൽ മതി അവിടുത്തെ സ്കൂളിംഗ് സിസ്റ്റം ഒക്കെ എങ്ങനെയാണ് എന്നുള്ളത് അന്വേഷിച്ചാൽ മതി. ഇപ്പൊ ബാംഗ്ലൂരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടണം, LKG അഡ്മിഷൻ കിട്ടണമെങ്കിൽ പേരൻസിന് ഉൾപ്പെടെ ഇന്റർവ്യൂ ആണ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഒരു ഡൊണേഷൻ കൊടുക്കണം, ഒരു മാസീവ് സം ഡൊണേഷൻ കൊടുക്കണം. അതിനുശേഷമാണ് സ്കൂളിൽ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടുന്നത്. ഇങ്ങനെ ഒരു സിസ്റ്റം അവിടെ അങ്ങനെ നിലനിൽക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള പോലെ ഒരു കൃത്യമായിട്ടുള്ള പബ്ലിക് എഡ്യൂക്കേഷൻ സിസ്റ്റം ഇല്ലാത്തത് കൊണ്ടാണ്. മനസ്സിലായില്ലേ? അത് പലരും തിരിച്ചറിയുന്നത്. അവര് പറഞ്ഞ ബാംഗ്ലൂരൊക്കെ വലിയ വലിയ സ്കൂളുകളാണ്. അവിടുത്തെ ആൾക്കാരൊക്കെ മറ്റേ AI യുഗത്തിലാണ് ഇപ്പോൾ കുട്ടികളൊക്കെ പഠിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നോക്കൂ, ഇവിടെ ഇപ്പോഴും അവര് മറ്റേ പ്രൊജക്ടറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. അവർക്ക് ഭയങ്കര അഡ്വാൻസ്മെന്റ് ആണ്, മുമ്പുള്ളതിനേക്കാളും ഭയങ്കര അഡ്വാൻസ്മെന്റ് ആണ്. പക്ഷേ ഇറ്റ്സ് നിയർലി നോട്ട് ആസ് ഇനഫ് എന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾക്കത് കിട്ടില്ല. ബാംഗ്ലൂരിലുള്ള AI എഡ്യൂക്കേഷൻ നിങ്ങളുടെ മക്കൾക്ക് കിട്ടൂല. ലക്ഷക്കണക്കിന് രൂപ ഡൊണേഷൻ കൊടുക്കാൻ പറ്റുന്ന അച്ഛനും അമ്മയും ഇന്റർവ്യൂവിന് വന്നിരുന്ന ഇംഗ്ലീഷിൽ കറക്റ്റായി കാര്യങ്ങൾ സംസാരിച്ച് പ്രിൻസിപ്പളിനെ ഇംപ്രസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്കാണ് അവിടെ അഡ്മിഷൻ കിട്ടുന്നത്. നിങ്ങളുടെ മക്കൾക്ക് ആർക്കും അത് കിട്ടില്ല. നിങ്ങളുടെ മക്കളെല്ലാം ഈ മറ്റേ അവിടെ ബാംഗ്ലൂരിലുള്ള സാധാരണക്കാരുടെ മക്കൾ എങ്ങനെയാണോ കഷ്ടപ്പെടുന്നത് അതേപോലെ തന്നെ കഷ്ടപ്പെട്ട് ജീവിക്കും. അത് മാത്രല്ല, എനിക്ക് വേറൊരു പോയിന്റ് ആഡ് ചെയ്യാനുള്ളത്, ഇന്ത്യയിലെ നമുക്ക് ഡോക്ടർ ടു പേഷ്യന്റ് റേഷ്യോ എത്ര കുറവാണ്. ലൈക്ക് ഹൗ ബാഡ് ഇറ്റ് ഈസ്, വെരി ബാഡ്. അങ്ങനത്തെ ഒരു കൺട്രിയില് വൈ ആർ വി കീപ്പിംഗ് എൻ എക്സാം വിച്ച് അലൗസ് ഓൺലി വെരി ലിമിറ്റഡ് നമ്പർ ഓഫ് പീപ്പിൾ? എക്സാക്ട്ലി. അതെ, നമ്മള് വി റിയലി നീഡ് മോർ ഡോക്ടേഴ്സ്. ഇന്ത്യ എങ്ങനെയാണോ പലതരം ഡിസീസിന്റെ ഗ്ലോബൽ ക്യാപിറ്റൽ ആണ്, നമുക്ക് വി റിയലി നീഡ് മോർ ഡോക്ടേഴ്സ്. അങ്ങനത്തെ ഒരു സിസ്റ്റത്തില് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വി റിയലി നീഡ് എ സിസ്റ്റം, റൈറ്റ്, വേർ വി ക്യാൻ ബ്രിങ് അപ്പ് മോർ ഡോക്ടേഴ്സ് ഫ്രം എവറി സെക്ഷൻ ഓഫ് ദി സൊസൈറ്റി, വേർ ഈവൻ പുവർ ക്യാൻ അഫോർഡ്. അങ്ങനത്തെ ഒരു നമുക്ക് സിസ്റ്റമിലെ നമ്മൾ കൊണ്ടുവരേണ്ടത്. അവിടെ ഉള്ളത് തന്നെ ഒരു എക്സ്ക്ലൂഷണറി എക്സാം ആണുള്ളത്. നിങ്ങൾ കോച്ചിങ് പോയി നിങ്ങൾ നല്ലോണം ട്രൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അപ്പം നീറ്റ് ഇറ്റ് സെൽഫ് ഈസ് വെരി ആന്റി ഡെമോക്രാറ്റിക്, ആന്റി ദലിത്. ഈ പണ്ട് തമിഴ്നാട്ടിലൊരു സൂയിസൈഡ് നടന്ന ഓർമ്മയുണ്ടോ? ലൈക്ക് അനിത എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി 10th വളരെ നല്ല മാർക്സ് സ്കോർ ചെയ്തു, 10th ലും 12th ലും. പക്ഷെ അത് കഴിഞ്ഞിട്ട് ബിക്കോസ് ഷീ വാസ് ഫ്രം എ ഗവൺമെന്റ് സ്കൂൾ, പുള്ളിക്കാരിക്ക് നീറ്റ് എക്സാമിൽ ഷീ കുഡിൻ കമ്പീറ്റ് വിത്ത് എന്താ പറയുന്നത് പ്രൈവറ്റ് എഡ്യൂക്കേറ്റഡ് ലൈക്ക് സ്റ്റുഡൻസ്. അപ്പം ഷീ കമ്മിറ്റഡ് സൂയിസൈഡ്. അപ്പം പലതരം ലൈക്ക് ലിറ്ററലി ഓൾമോസ്റ്റ് എല്ലാ നമ്മളുടെ ലൈക്ക്
വളരെ റൂറൽ ഏരിയാസ് എന്നുള്ള ഗവൺമെന്റ് സ്കൂൾസിലെ കുട്ടികൾക്ക് ഹൗ വുഡ് ദേ കമ്പീറ്റ് വിത്ത് കോച്ചിങ് എഡ്യൂക്കേറ്റഡ് സിറ്റി കിഡ്സ് ഫോർ നീറ്റ്? അപ്പൊ നമ്മൾക്ക് ഒരിക്കലും അവിടുന്ന് ആ ഒരു മേജർ സെക്ഷൻസ് ഒന്നും ഡോക്ടർ കിട്ടുന്നില്ല. അങ്ങനെ നമ്മൾ ഇത്രയും പേര് എക്സ്ക്ലൂഡ് ചെയ്യുന്നത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദെൻ വി ഹാവ് സച്ച് പുവർ ഡോക്ടർ ടു പേഷ്യന്റ് റേഷ്യോ. വൈ ഇസ് ദിസ് ഹാപ്പനിങ്? അതൊരു വലിയ ക്വസ്റ്റ്യൻ ആണ്. അല്ല അത് അവർക്ക് പറഞ്ഞൂടെ, അല്ല അതിപ്പോ അവർക്ക് പറയാമല്ലോ, ഇപ്പം ഇത്രയും പേരെ പഠിപ്പിക്കാനായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ നാട്ടിലില്ല, അതുകൊണ്ടാണ് അങ്ങനെ ഒരു സ്ട്രിക്റ്റ് ചെയ്ത് വെക്കുന്നതെന്ന് പറയാലോ. അങ്ങനെയൊക്കെ പറയാം. അതുകൊണ്ടാണ് പുതിയ പ്രൈവറ്റ് മെഡിക്കൽ കോളേജസ് സ്പ്രിംഗ് അപ്പ് ആയിട്ട് വരുന്നതും ഗവൺമെന്റ് കോളേജസിൽ സീറ്റ് കൂട്ടാത്തതും. ലൈക്ക് ലിറ്ററലി നമുക്ക് നമ്മുടെ സ്റ്റേറ്റിന്റെ റെസ്പോൺസിബിലിറ്റി ഇല്ല എല്ലാവരുടെയും ഹെൽത്ത് മാനേജ് ചെയ്യാനുള്ളത്. സ്റ്റേറ്റ് ഈസ് റണ്ണിങ് അവേ ഫ്രം ദാറ്റ് എന്താ റെസ്പോൺസിബിലിറ്റി ആൻഡ് ഗിവിംഗ് എവറിത്തിങ് ടു പ്രൈവറ്റ് ഹാൻഡ്സ്. ആൻഡ് പ്രൈവറ്റ് ഹാൻഡ്സിന് ഈ ഒരു നമ്പർ കുറച്ചായിട്ട് വെച്ചാലേ ദേ ക്യാൻ ഏൺ മോർ ഇൻ ദാറ്റ് സെൻസ്. നീറ്റ് പ്രൊവൈഡ്സ് എ വേ ഫോർ ദാറ്റ്. അപ്പൊ നമ്മള് അതേസമയം നീറ്റ് എക്സാം പേപ്പർ ലീക്കിന് വേണ്ടി ഫൈറ്റ് ചെയ്യുമ്പോഴും നീറ്റ് എന്നൊരു എക്സാം തന്നെ എക്സ്ക്ലൂഷണറി എന്നൊരു ഫാക്ടർ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. നേരത്തെ ഏർലിയർ തമിഴ്നാടൊന്നും നീറ്റ് അക്സെപ്റ്റ് ചെയ്തില്ലെന്നല്ലോ. ലൈക്ക് അപ്പം ഏർലിയർ നമ്മൾ പണ്ട് നമ്മുടെ നാട്ടിൽ പോലും വി ഹാഡ് അവർ ഓൺ എക്സാംസ്, മെഡിക്കൽ എക്സാംസ് ഉണ്ടോ ഈ സെൻട്രലൈസേഷൻ വരുന്നതിന് മുമ്പേ. അപ്പം അതിലൂടെയൊക്കെ മോർ പീപ്പിൾ കുഡ് കം ഇൻ. നമുക്ക് സെൻട്രൽ എക്സാം ഏതായിരുന്നു, സ്റ്റേറ്റ് എക്സാം. അപ്പം നമ്മൾ ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് അപ്രോച്ച് ചെയ്തിട്ട് വി നീഡ് മോർ ഡോക്ടേഴ്സ്, മോർ പീപ്പിൾ ഗെറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ് ടു ഡു വാട്ട് ദേ ലൈക്ക്. അതല്ലാതെ സെൻട്രലൈസ് ചെയ്തിട്ട് ഒരു എക്സാം പാസ്സായാൽ മാത്രം ആ എക്സാമിന്റെ മെട്രിക് ദാറ്റ് എക്സാം ഓൺലി ഹെൽപ്സ് സിറ്റി എന്താ അപ്പർ ക്ലാസ് കിഡ്സ്. ആൻഡ് അത് അവർക്ക് താല്പര്യമുള്ള അല്ലെ അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ പറഞ്ഞ പ്രൈവറ്റ് പ്ലേയേഴ്സ് കൈകാര്യം ചെയ്യുന്ന ഒരു മേഖലയും കൂടിയാണ്. അതായത് അവരാൽ നിയന്ത്രിക്കപ്പെടുന്ന അവരുടെ കൈവശം ഇരിക്കുന്ന തരത്തിലുള്ള ഒരു ഏജൻസി തന്നെ ഈ എക്സാം നടത്തുകയും വേണം. അത് മറ്റു കുട്ടികൾക്ക് മറ്റുള്ളവർക്ക് സാധ്യത ഇല്ലാതിരിക്കാനായിട്ട് അവിടെ മറ്റു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകാൻ പാടില്ല. ഈ ഒരു ഒറ്റ ഓപ്പർച്യൂണിറ്റി ഉണ്ടാകാൻ പാടുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥയല്ലേ ഒരു ഇന്റർ കണക്റ്റഡ് വെബാണ്. ലൈക്ക് നമ്മളൊക്കെ അതിന്റെ ഒരു അടിയിലുള്ളത്. ലൈക്ക് വി ആർ നോട്ട് ഈവൻ ഇൻ ദ വെബ്. ഓക്കെ, അപ്പൊ ഇപ്പം എന്താണ് അവിടുത്തെ അവസ്ഥ? എനിക്കൊന്ന് സോനം വാങ്ചുക്കിനെ പൊക്കിയെടുത്തോണ്ട് പോയി, പുള്ളിനെ തിരിച്ചു കിട്ടുവോ എന്നുള്ള അറിയില്ല. അഭിജിത്ത് എപ്പോഴും അവിടെ ഉണ്ടെന്നാണ് തോന്നുന്നത്. പുള്ളിയെ ഡീറ്റെയിൻ ചെയ്ത് വെക്കാൻ ശ്രമിച്ചു. പിന്നെ സോനം വാങ്ചുക്കിനെ പൊക്കിയെടുത്തോണ്ട് പോയതിനു ശേഷമാണ് പുള്ളിയെ റിലീസ് ചെയ്തത്. അങ്ങനെ എന്തൊക്കെ ഡ്രാമയൊക്കെ അല്ലായിരുന്നു. ഇനി എന്താണ് ഇനി അവിടുത്തെ ഭാവി പരിപാടി? വാട്ട് ഈസ് ദ ഫ്യൂച്ചർ? ഇപ്പം സി ജെ പി കൊടുത്ത കോള് പറഞ്ഞാല് 20-ാം തീയതി ഒരു സൻസദ് മാർച്ച് പാർലമെന്റ്. അപ്പം ആസ് ഓഫ് നൗ ഓക്കെ, എല്ലാരും ഐഡിയ എന്ന് വെച്ചാൽ മാർച്ച് പാർലമെന്റ്. അതിന് എത്ര പേര് വരുമെന്ന് വളരെയധികം സ്പെക്കുലേഷൻസ് ഉണ്ട്. നോ വൺ നോസ്. ഇന്ന് തന്നെ ടേണപ്പ് ഉണ്ടായിരുന്നു, ഇന്നൊരു 5,000 അറൗണ്ട് ജന്തർ-മന്ദറിൽ. പക്ഷെ പലരും പറയുന്നത് ഇപ്പം ഇന്ന് അവിടെ ദിപ്കൊക്കെ മൈക്കി പറഞ്ഞത് കുറെ ആൾക്കാർ പല സ്റ്റേറ്റ്സിലും വരുന്നുണ്ടെന്നൊക്കെ. അപ്പൊ നമ്മള് there is an expectation lot of people would come. At the same time പലതരം ബ്ലോക്കേഡ്സ് ഉണ്ടാവാം. പിന്നെ ഈ ഏരിയയില്ലേ സൻസദിന്റെ ഏരിയ ഒക്കെ വളരെയധികം സർക്കുലർ ആയിട്ടുള്ള എല്ലായിടത്തും ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ഒക്കെയാണ്. അപ്പം പോലീസ് എന്തൊക്കെ പ്രിപ്പറേഷൻസ് നടത്തും, എവിടെയൊക്കെ ബാരിക്കേഡ്സ് ഉണ്ടാവും, വാട്ടർ ക്യാനൻസ് ഉണ്ടാവും. അപ്പം ബാക്കിയുള്ള ആൾക്കാർ ഇവിടെ എത്തുന്നതിന് മുമ്പേ തന്നെ പോലീസ് പലതരം ചിലപ്പോൾ ഹൗസ് അറസ്റ്റിലോട്ട് പോവാം, പലതരം ട്രിക്സ് യൂസ് ചെയ്യാൻ അവര്. ഇതിനെ കൗണ്ട് കുറയ്ക്കാനും ഇതിന്റെ ഒരു ഇന്റൻസിറ്റി കുറയ്ക്കാനും. അപ്പൊ അന്ന് നമ്മൾ ഇതൊക്കെ നടക്കുമെന്ന് ഓൾ ദിസ് വുഡ് ഹാപ്പൻ. മറ്റന്നാളല്ലേ 20-ാം തീയതി ഓൾ ദിസ് വുഡ് ഹാപ്പൻ. അപ്പം ഇതൊക്കെ നടന്നിട്ടും ഇതിന്റെയൊക്കെ ശേഷം എന്ത് നടക്കും അവിടെ? ലൈക്ക് വാട്ട് വുഡ് മാർച്ച് നടക്കുമോ? മാർച്ച് എതുവരെ എത്തും? മാർച്ചിന്റെ എൻഡ് പോയിന്റ് എന്തായിരിക്കും? അവിടെ എന്തൊക്കെ നടക്കുന്ന വെച്ചാൽ നമുക്ക് വി കനോട്ട് എക്സ്പെക്ട്. ഫോർ എക്സാമ്പിൾ ഞങ്ങൾ ഒരു പ്രാവശ്യം ചേഞ്ച് ഒരു പോലീസ് സ്റ്റേഷനിലോട്ട് മാർച്ച് തുടങ്ങിയപ്പം ഞങ്ങളുടെ ഇടയിൽ തന്നെ സിവിൽ ഡ്രസ്സിൽ ഡൽഹി പോലീസ് വന്നിട്ട് ദേ സ്റ്റാർട്ട് അറ്റാക്കിങ് അസ് ഫ്രം ബിഹൈൻഡ്. സിവിൽ ഡ്രസ്സില്. അപ്പൊ അന്നും ഇത് തന്നെ ചിലപ്പോൾ ട്രൈ ചെയ്യും അവര്. പോലീസ് ചിലപ്പം ക്രൗഡിൽ കയറി സിവിൽ ഡ്രസ്സിൽ അറ്റാക്ക് കൊടുക്കും, അങ്ങോട്ട് കല്ലെറിയും. ഇവര് പറയുന്ന പീസ്ഫുൾ പ്രൊട്ടസ്റ്റിനെ ഇവര് ബ്രേക്ക് ചെയ്യും. പിന്നെ ഇതുണ്ടാവും. അങ്ങനെ എനിത്തിങ് ക്യാൻ ഹാപ്പൻ ഓൺ ദാറ്റ് ഡേ. അല്ലെങ്കിൽ ഓർ maybe at one point state would completely allow a peaceful march. പിന്നെ അവിടെ പോയി നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. How will that march become?
or what will happen that day. Multiple factors into this. ഓക്കെ. So എന്തായാലും that's it. ഇതില് ഞാൻ കാണുന്ന ഒരു പ്രതിസന്ധി വെച്ച് കഴിഞ്ഞാല് ഞാൻ predict ചെയ്യുന്ന ഒരു കാര്യം ഇതാണ്. മെയിൻ സ്ട്രീം മീഡിയ വിൽ കംപ്ലീറ്റ്ലി ടോക്കിംഗ് അബൌട്ട് ദിസ് മാർച്ച്. അവര് കംപ്ലീറ്റ്ലി ഇതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു അവിടെ സൈഡിൽ എന്തെങ്കിലും പറഞ്ഞു പോകുന്നല്ലാതെ അവിടെ ഈ നടക്കുന്ന യാഥാർത്ഥ്യങ്ങളൊന്നും അവർ കവർ ചെയ്യാൻ സാധ്യതയില്ല. അപ്പൊ ഞാൻ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാല് നമുക്ക് സോഷ്യൽ മീഡിയ വഴി ഇത് ഈ പ്രവർത്തനം സജീവമാക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അർജുൻ ഇൻസ്റ്റാഗ്രാമിലോ അങ്ങനെ എന്തെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലോ ഉണ്ടെങ്കിൽ അവിടെ നടക്കുന്ന ഈ കാര്യങ്ങളും അവിടെ ഉണ്ടാകുന്ന അനുഭവങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ കൊളാബ് പോസ്റ്റ് ആയിട്ട് ഇടാം. അപ്പൊ അതിന്റെ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകൾ നമ്മുടെ ഓഡിയൻസിനെങ്കിലും കൃത്യമായിട്ട് എത്തുമല്ലോ, എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. നമുക്ക് അങ്ങനെയുള്ള പരിപാടികൾ സെറ്റ് ചെയ്ത് നോക്കാം. സോ നമ്മൾ അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കാം. അപ്പം നമ്മുടെ ഓഡിയൻസ്, ഈ പോഡ്കാസ്റ്റ് കേൾക്കുന്ന ഓഡിയൻസ് ഉണ്ടെങ്കിൽ ഡു ചെക്ക് ഔട്ട് അവർ ഇൻസ്റ്റാഗ്രാം. വരുന്ന ദിവസങ്ങളിൽ ഈ CJPയുടെ കറണ്ട് അപ്ഡേറ്റ്സ് നമ്മുടെ പ്രൊഫൈലിൽ കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കാം. ഓക്കെ, നമുക്ക് എന്നാൽ എൻഡ് ചെയ്താലോ?